കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടത് മയൂരി കുന്ദനെ പ്രപ്പോസ് ചെയ്യുന്നതാണ്. അപ്പോൾ കുന്ദനും മയൂരിയെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇത് കണ്ട് നിഷയ്ക്ക് വല്ലാതെ സങ്കടം തോന്നി. അവൾ വളരെയധികം ഡ്രിങ്ക്സ് എടുക്കുന്നു. പാരസ് താരികയുടെ മകനായിരുന്നിട്ടും താരികയോട് പിണങ്ങി നടക്കുകയായിരുന്നു. അതിന്റെ കാരണം പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും. പാർട്ടിക്ക് ശേഷം കുന്ദൻ നിഷയെ തന്റെ ബാത്റൂമിൽ മദ്യലഹരിയിൽ കണ്ടെത്തുന്നു. എന്നാൽ നിഷയ്ക്ക് ബോധം തെളിഞ്ഞു കഴിയുമ്പോൾ അവൾക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. അവൾ കുന്ദന്റെ മുഖത്തിട്ടടിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. ഇനി നമുക്ക് ഈ കഥയുടെ തുടർന്നുള്ള ഭാഗം കാണാം. പാരസ് നിഷ മുറിയിൽ നിന്ന് ഓടിപ്പോകുന്നത് കണ്ടു. മുറിയിൽ വന്ന് നോക്കുമ്പോൾ കുന്ദൻ മിണ്ടാതിരിക്കുന്നതും കണ്ടു. ആ പെണ്ണിന്റെയും ചേട്ടന്റെ ഇടയിൽ കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തോ വാക്കുതർക്കമുണ്ടായിട്ടുള്ളതായും തോന്നുന്നു. മെഹക്കിന്റെ കൂടെ പാർട്ടിയിൽ വെച്ച് ഞാൻ ഇവളെ കണ്ടതാണ്. മെഹക്കിനെ കാണുമ്പോ ഞാൻ ഇവളുടെ കാര്യം ചോദിക്കാം. അവൾ എന്തെല്ലാം പറഞ്ഞോ ഞാൻ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അതിന് പകരമായി എനിക്ക് വേണ്ടത് അവൾ എപ്പോഴാണോ തരാൻ പോകുന്നത്? താരിക മുറിയിൽ ടേബിളിൽ വെച്ചിരുന്ന് കുന്ദന്റെയും പാരസിന്റെയും ചിത്രമെടുക്കുന്നു. എന്നിട്ട് കുന്ദനെ തുറിച്ചു നോക്കുന്നു. അവൾ കുന്ദനെ തുറിച്ചു നോക്കിയ ഉടൻ തന്നെ അപ്പുറത്ത് കുന്ദന്റെ തലയിൽ വല്ലാത്ത വേദന അനുഭവപ്പെട്ടു. ചേട്ടൻ എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല നീ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചേട്ടന്റെ കോളേജൊക്കെ ഒന്ന് ചുറ്റിക്കാണിച്ചു തരാമോ പ്ലീസ്? ചേട്ടാ, ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? നീ വാ പോകാം. എന്നിട്ട് കുന്ദനും പാരസും കോളേജിലേക്ക് പോകാൻ തയ്യാറായി. നിഷ ഭയന്ന് വരച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ സുനീത അവിടെ അവളെയും കാത്തു നിൽക്കുകയായിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ നീ എവിടെയായിരുന്നു നിഷ? ഞാൻ എത്രത്തോളം വിഷമിച്ചോന്നറിയൂ നിനക്ക്? അത് അമ്മേ, ഇന്നലെ ഞാൻ മെഹക്കിനോടൊപ്പം പോയി. നേരം കുറെ വൈകിയത് കാരണം ഞാൻ അവിടെ തന്നെ നിന്നു. എന്നാ മോളെ ഒരു ഫോണെങ്കിലും വിളിക്കേണ്ടതല്ലായിരുന്നു? അതല്ല നിന്റെ ഈ ഡ്രസ്സ് എങ്ങനെയാ കീറിയത്? അത് കനക് മിസ്സിന്റെ വണ്ടിയുടെ വാതിലിൽ കുടുങ്ങിയതാണ്. നിഷ അങ്ങനെ കുറേയധികം നുണകൾ പറഞ്ഞിട്ട് തന്റെ മുറിയിലേക്ക് പോയി കോളേജിൽ പോവാനായി തയ്യാറാവുകയായിരുന്നു. അപ്പോൾ നിഷയുടെ വീട്ടിലേക്ക് മെഹക്ക് കയറി വന്നു. മെഹക്കിന് അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവൾ അവിടെ തന്നെ നിഷയെയും കാത്ത് ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ സുനിതയും അങ്ങോട്ടെത്തി. ആന്റി, നിഷ വീട്ടിൽ തന്നെയില്ലേ? ആ ഉണ്ട് മോളെ. അതേ നിഷ, നോക്കുതാ മെഹക്കെത്തി. നീയും വേഗം റെഡിയായിട്ട് വാ. ഈ പെങ്കൊച്ച് റെഡിയാവാൻ എത്ര സമയം എടുക്കുന്നത്? സുനിതയുടെ ശബ്ദം കേട്ട് നിഷ ആകെ ഭയന്നുപോയി. എന്ത്, മെഹക്ക് വന്നെന്നോ? മെഹക്കിനെ കള്ളത്തരത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. അവൾ എങ്ങാനും അമ്മയോട് സത്യം തുറന്നു പറഞ്ഞാൽ? എന്നിട്ട് നിഷ പെട്ടെന്ന് പുറത്തേക്ക് വരുന്നു. അതിരിക്കട്ടെ മെഹക്, നിഷയ്ക്കോ ബോധമില്ല. നിനക്കെങ്കിലും എന്നെ ഒന്ന് ഫോൺ ചെയ്ത് പറയാൻ പാടില്ലായിരുന്നോ ആന്റി നിഷ ഇന്ന് എന്റെ കൂടെ നിൽക്കുകയാണെന്നുള്ള കാര്യം? എന്ത്, എന്റെ കൂടെയോ? മെഹക് നിക്ക്. എന്നിട്ട് നിഷ മെഹക്കിനെ കണ്ണു കാണിച്ച് അടയാളത്തിലൂടെ പറയുന്നു. ആ അതെ ആന്റി, ഞാനും മറന്നുപോയി. പിന്നെ ഞങ്ങളങ്ങ് ഉറങ്ങിപ്പോയി. എന്നിട്ട് നിഷയും മെഹക്കും രണ്ടുപേരും കോളേജിലേക്ക് പുറപ്പെട്ടു. നിഷ, നീ എന്തിനാ ആന്റിയോട് നുണ പറഞ്ഞേ? പറയൂ, നീ ഇന്നലെ എവിടെയായിരുന്നു? ഓഹോ, നീ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. മിണ്ടാതിരിക്കുന്നീ, വെറുതെ ആവശ്യമില്ലാതെ പറയണ്ട. എന്നിട്ട് നിഷ മെഹക്കിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അത് ശരി, അപ്പൊ ഇന്നലെ നീ കുന്ദന്റെ കൂടെയായിരുന്നല്ലേ? അത് മെഹക്, എന്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി. കുന്ദനെ പെട്ടെന്ന് അപ്രതീക്ഷിതം എന്റെ അടുത്ത് കണ്ടപ്പോ അവന്റെ മുഖത്തിട്ട് ഒരടി കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോന്നു. നിനക്ക് ഭ്രാന്താ നിഷ? നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ അവനോട് ഇങ്ങനെ പെരുമാറുന്നത്? ഇനി അവൻ കോളേജിൽ വരുമ്പോ മര്യാദയ്ക്ക് പോയി സംസാരിക്ക്. അപ്പോൾ ഗേറ്റിൽ വെച്ച് തന്നെ അവർ ഖനക്കിനെ കണ്ടുമുട്ടുന്നു. സോ ഗൈസ്, ആർ യു എക്സൈറ്റഡ്? എന്നാ നമുക്ക് ചുറ്റാൻ പോയാലോ? എന്നിട്ട് ഖനക് നിഷയെയും മെഹക്കിനെയും കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കാറിലിരുത്തി അവിടെ നിന്ന് കൂട്ടിയിട്ട് പോയി. എന്നാൽ നിഷ അധികമൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. നിനക്കെന്താ വേണ്ടത് നിഷ? കുന്ദൻ നിന്റെ കൂട്ടുകാരനാണ്, പക്ഷെ നീ അവനെ അടുക്കാൻ അനുവദിക്കുന്നില്ല. എന്നാൽ മയൂരി കുന്ദന്റെ അടുത്ത് ചെല്ലുമ്പോ നിനക്കത് ഇഷ്ടപ്പെടുന്നതുമില്ല. എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? എന്നിട്ട് 3 പേരും പോയിക്കൊണ്ടേയിരുന്നു. അതേസമയം കുന്ദൻ കോളേജിൽ പോകാൻ തയ്യാറായി മുറിയിലേക്ക് വന്നു. എന്നിട്ട് ബാഗ് എടുത്തു. അപ്പോ അവന്റെ ഗിഫ്റ്റുകൾ താഴെ വീണു. അപ്പോഴാണ് ആ താഴെ വീണ ഗിഫ്റ്റുകൾക്കിടയിൽ നിഷ തന്ന ഗിഫ്റ്റ് കുന്ദൻ കണ്ടത്. അവൻ വേഗം അതവിടെ നിന്നെടുത്തു. ആ പ്രാന്ത് പിടിച്ചു പെണ്ണ് എനിക്ക് എന്ത് ഗിഫ്റ്റാണോ തന്നിരിക്കുന്നത്? എന്നിട്ട് കുന്ദൻ ആ കടലാസ് തുറക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നത് ഐ ആം സോറി കുന്ദൻ. കുന്ദൻ അത് വായിച്ച് പുഞ്ചിരിച്ചു. എന്നിട്ടത് പൂർണ്ണമായി തുറന്നു. അവൻ ആ സ്കെച്ച് കണ്ട ഉടനെ തന്നെ അവൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് ആ സ്കെച്ച് അവന്റെ കയ്യിൽ നിന്ന് താഴെ വീണു. അപ്പോൾ കുന്ദന് പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ തോന്നി. അവന്റെ കണ്ണിൻ മുന്നിൽ കുറച്ച് മങ്ങിയ ചിത്രങ്ങൾ തെളിഞ്ഞുവന്നു. താഴെ വീണ് കിടക്കുന്ന ആ സ്കെച്ചിൽ അങ്ങനെ എന്താണുണ്ടായിരുന്നത്? അത് കണ്ട് കുന്ദൻ ഇത്രയും ഞെട്ടാനായിട്ട്. നിഷ കുന്ദന്റെ സ്കെച്ചുണ്ടാക്കിയ സ്ഥാനത്ത് അവിടെ കനിഷ്കിന്റെ സ്കെച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ കുന്ദനാകെ ഞെട്ടിപ്പോയി. കുന്ദൻ വേഗം ആ സ്കെച്ചെടുത്ത് തന്റെ ബാഗിന്റെ ഉള്ളിലേക്ക് വെച്ചു. എന്നിട്ട് പാരസിനോടൊപ്പം കോളേജിലേക്കെത്തി. കോളേജിലെത്തിക്കഴിഞ്ഞപ്പോ കുന്ദന്റെ കണ്ണുകൾ നിഷയെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അതുപോലെ പാരസിന്റെ കണ്ണുകൾ മെഹക്കിനെയും. അവൾ എങ്ങോട്ട് പോയി? അവളെ കാണുന്നില്ലല്ലോ. ശരി, ഒരു കാര്യം ചെയ്യാം, അകത്തു പോയി നോക്കാം.
ചേട്ടാ, ഞാൻ ഈ കോളേജിന്റെ അകത്തുനിന്ന് കറങ്ങിട്ട് വരാവേ. പാരസ് ഉള്ളിച്ചെന്ന് നോക്കിയെങ്കിലും അവിടെയെങ്ങും അവന് മെഹക്കിനെ കാണാനായില്ല. കുന്ദനും എന്തോ ആലോചനയിലായിരുന്നു. അത് കാരണം അവൻ പാരസിനോട് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ മയൂരി പുറകിൽ നിന്ന് വന്ന് കുന്ദനെ കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ കുന്ദൻ അവളെ മാറ്റി നിർത്തുന്നു. എന്തു പറ്റി കുന്ദൻ? നീ എന്നെ ഒന്ന് തനിച്ചു വിടും മയൂരി, പ്ലീസ്. പക്ഷെ നിനക്ക് എന്താ സംഭവിച്ചത്? അപ്പോൾ പാരസും അങ്ങോട്ടെത്തുന്നു. എന്തു പറ്റി ചേട്ടാ? ഇപ്പോഴും ആ പെൺകുട്ടിയുടെ കാര്യം ഓർത്ത് വിഷമിച്ചോണ്ടിരിക്കുകയാണോ? പെൺകുട്ടിയോ? ഏത് പെൺകുട്ടി? മനസ്സിലായില്ലേ? ഇന്നലെ പാർട്ടിയിൽ ഏഞ്ചലിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് നിന്നിരുന്നവള്. അവളെ പേര് പറഞ്ഞിരുന്നു, പക്ഷെ മറന്നുപോയി. നല്ല പേരായിരുന്നു. നിഷ? ആ, അത് തന്നെ, നിഷ. ഇന്ന് രാവിലെ വീട്ടിൽ ഏതോ പ്രയത്നം കണ്ട പോലെ ഓടിപ്പോകുന്നുണ്ടായിരുന്നു. എന്താണെന്ന് മാത്രം അറിയില്ല. കുന്ദൻ, നിഷ അവിടെ എന്ത് ചെയ്യായിരുന്നു? മര്യാദയ്ക്ക് പറയ എന്നോട്. മയൂരി പ്ലീസ്, നീ ഒന്ന് അടങ്ങിയിരിക്കേ. എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ പ്ലീസ്. എന്നിട്ട് കുന്ദനും പാരസും അന്നത്തെ ദിവസം തിരികെ വീട്ടിലേക്ക് പോയി. എന്നാൽ ഇപ്രാവശ്യം മയൂരിയുടെ സ്വീറ്റ് നേച്ചർ അല്പം മാറിയതുപോലെയുണ്ട്. മയൂരി ദേഷ്യത്തോടെ കുന്ദൻ പോകുന്ന വണ്ടിയിൽ നോക്കി നിൽക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് വിടാനോ? നിന്നെ ഒറ്റയ്ക്ക് വിടാനോ? ഇല്ല കുന്ദൻ, നീ എന്റേത് മാത്രമാണ്. ഖനക് തന്റെ വണ്ടി കൊണ്ടുപോയി കാടിന്റെ അടുത്തായിട്ട് നിർത്തുന്നു. ഖനക്, നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ചിൽ ഡാർലിംഗ്, ഇപ്പോഴെല്ലാം മനസ്സിലാവും. എന്നിട്ട് 3 പേരും പുറത്തേക്കിറങ്ങുന്നു. എന്നിട്ട് കാടിന്റെ ഉള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. 3 പേരും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോ നിഷയ്ക്ക് തോന്നി നിഷ അവിടെ ഇതിനു മുന്നേയും വന്നിട്ടുണ്ടെന്ന്. ഖനക്, ഇത് ഏത് സ്ഥലമാ? ഇത് നമ്മുടെ നഗരത്തിനടുത്തായുള്ള ഗ്രാമത്തിനോട് ചേർന്നുള്ള കാടാണ്. വളരെ സുന്ദരമായൊരു കാടാണത്. ഇന്ന് നിനക്ക് നിന്റെ നാടകത്തിനായുള്ള പല കാര്യങ്ങളും പഠിക്കാനാകും. അപ്പോൾ ഖനക് മെഹക്കിന് നേരെ നോക്കി ചിരിച്ചുകൊണ്ട് അടയാളം കൊടുത്തു. ഇനി നമ്മൾ രണ്ടുപേരും ഒന്നാകാനുള്ള സമയമായി. അതെ, ഇത് നിഷയ്ക്ക് ഉചിതമായ സമയമായിരിക്കും. നിഷ നോക്കുമ്പോൾ ആ സ്ഥലം അവൾ സ്വപ്നത്തിൽ കാണുന്ന അതേ സ്ഥലം പോലെ തന്നെ തോന്നുന്നുണ്ടായിരുന്നു. ഇവിടം കണ്ടിട്ട് അതേ സ്ഥലം പോലെ തന്നെയുണ്ടല്ലോ മിസ്. മുന്നോട്ടു പോകുമ്പോൾ ഒരു ഗുഹയുണ്ടോ ഇവിടെ? നിഷയ്ക്ക് ഒരു ഉത്തരവും കിട്ടുന്നില്ല. അപ്പോൾ അവൾ തിരിഞ്ഞു പുറകിലേക്ക് നോക്കുന്നു. അപ്പോൾ അവിടെ ഖനക്കോ മെഹക്കോ 2 പേരും ഉണ്ടായിരുന്നില്ല. മെഹക്, ഖനക്, നിങ്ങൾ 2 പേരും എവിടെ പോയി? എന്നിട്ട് നിഷ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. നിഷ കാടിന്റെ ഉള്ളിലേക്ക് കയറുന്തോറും കാടിന്റെ 4 ഭാഗത്തു നിന്നും അവൾക്ക് നേരെ വിവിധ പാമ്പുകൾ വരാൻ തുടങ്ങി. എന്നാൽ നിഷ അവയെ കണ്ടിട്ട് നടക്കുന്നത് നിർത്തുന്നില്ല. അപ്പോൾ ഒരു വലിയ പാമ്പ് അങ്ങോട്ട് വന്ന് നിഷയുടെ മുന്നിൽ 10 വിടർത്തി നിൽക്കാൻ തുടങ്ങി. അപ്പോൾ നീ ഇങ്ങോട്ടെത്തിയല്ലേ? ഈ യുഗത്തിലെ മഹാനായ നാഗിനി നർഗിസ്, അല്ലെങ്കിൽ മഹാനായ നാഗിനി നീലം. നിഷ ആശ്ചര്യത്തോടെ എല്ലാം നോക്കുകയായിരുന്നു. അപ്പോൾ എല്ലാ സർപ്പങ്ങളും ചേർന്ന് നിഷയെ നമസ്കരിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ പ്രണാമം സ്വീകരിച്ചാലും. എത്ര നാളായി ഞങ്ങൾ അങ്ങേ കാത്തിരിക്കുന്നു. താങ്കളുടെ സാന്നിധ്യമില്ലാതെ ഈ കാട്ടിലെ സർപ്പസമൂഹം അനാഥമാണ് നാഗിനി. അപ്പോൾ ചില സർപ്പങ്ങൾ വന്ന് നിഷയുടെ മേലിലേക്ക് കയറാൻ തുടങ്ങി. നോക്കി നിൽക്കെ തന്നെ നിഷയുടെ വസ്ത്രങ്ങൾ നാഗിനിയുടെ വസ്ത്രത്തിലേക്ക് രൂപാന്തരപ്പെട്ടു. ഇത് കണ്ട് ഇപ്രാവശ്യം നിഷ ഭയന്നുപോയി. മിസ് ഖനക്, ഇതെല്ലാം നാടകത്തിന്റെ ഭാഗമാണോ? ഇപ്പോ എനിക്ക് പേടി തോന്നുന്നുണ്ട്. ഈ വസ്ത്രം എവിടുന്നാ? നാഗിനി നീലം, നിന്റെ ശരിക്കുമുള്ള രൂപമാണ്. ഇതാണ് നിന്റെ സത്യവും. ഇനി മുന്നോട്ട് നടന്നാലും. എല്ലാ സർപ്പങ്ങളും നിഷയ്ക്കായി വഴിമാറി കൊടുക്കുന്നു. നിഷ മുന്നോട്ട് നടക്കുംതോറും അവളുടെ കണ്ണിൽ പഴയ കഥകൾ തെളിഞ്ഞു വരാൻ തുടങ്ങി. നിഷ നോക്കുമ്പോൾ നീലവും കനിഷ്കും അവളുടെ മുന്നിലൂടെ നടക്കുന്നുണ്ട്. നിഷയും കനിഷ്കിന്റെയും നീലത്തിന്റെയും പുറകെ തന്നെ നടക്കാൻ തുടങ്ങി. എന്റെ നീലം ഒന്ന് പതിയെ നടക്ക്. നീ ഒരുപാട് വേഗത്തിലാണ് നടക്കുന്നത്. ഞാനെന്തിനാ പതുക്കെ വരുന്നേ? നീ തന്നെ പുറകെ നിന്നോ. ഞാൻ നിന്നെ വിട്ട് നാഗലോകത്ത് പോകുമ്പോഴല്ലോ നിനക്കെന്നെ ഓർമ്മ വന്നോളും. ഞാൻ പോവുക എന്റെ വഴിക്ക്. നിഷ നോക്കുമ്പോൾ അവൾക്ക് മുന്നിൽ സ്വപ്നത്തിൽ കണ്ട അതേ ഗുഹ കാണാനായി. അപ്പോൾ നീലവും കനിഷ്കും ആ ഗുഹയുടെ അടുത്തേക്കെത്തി. അപ്പോൾ നീലം വീണ്ടും മുന്നിലേക്ക് ഓടുന്നു. നീ പുറകിൽ തന്നെയായല്ലോ കനിഷ്ക്. ഇപ്രാവശ്യം കനിഷ്ക് ഒരു ഉത്തരവും കൊടുക്കുന്നില്ല. ഇത് കണ്ട് നിഷ വല്ലാതെ വിഷമിച്ചു. പറയൂ കനിഷ്ക്, നിന്റെ നീലം നിന്നോടല്ലേ സംസാരിക്കുന്നത്? അപ്പോ നീലവും നിഷയും 2 പേരും നോക്കുമ്പോൾ കനിഷ്ക് ഭൂമിയിൽ പാമ്പായി മരിച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ നിഷയുടെ കണ്ണിനു മുന്നിൽ ആ കഥ അവിടെ വെച്ച് അവസാനിച്ചു. നിഷ കരഞ്ഞുകൊണ്ട് കനിഷ്ക് മരിച്ചു കിടന്നിരുന്ന സ്ഥലത്ത് പോയി അവിടെ ഇരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഉറക്കെ ഉറക്കെ വിലപിക്കാൻ തുടങ്ങി. എല്ലാം അപ്രത്യക്ഷമായി. ഇനി കാണൂ അടുത്ത എപ്പിസോഡിൽ. നിഷയ്ക്ക് സത്യം മനസ്സിലാക്കാനാകുമോ? ഇനി നിഷ നീലമാണെങ്കിൽ അവൾക്കവളുടെ കനിഷ്കിനെ തിരികെ ലഭിക്കുമോ? നിഷയ്ക്ക് കനിഷ്കിന്റെ മരിച്ചുകിടക്കുന്ന നിഴൽ ഭൂമിയിൽ കിടക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അവൾ അതിന്റെ മുന്നിലിരുന്ന് വിലപിക്കാൻ തുടങ്ങി. കനിഷ്ക്, നിനക്കിതെന്താ സംഭവിച്ചേ? അപ്പോൾ ആ നിഴൽ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ഉടനെ നിഷ 4 പാടും നോക്കാൻ തുടങ്ങി. അപ്പോൾ കനിഷ്കിന്റെ മനുഷ്യ ശരീരം നിഷയുടെ മുന്നിൽ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു.
നിഷ കനിഷ്കിന്റെ മുഖം കണ്ട ഉടനെ അവൾക്ക് കുന്ദനെ ഓർമ്മ വരുന്നു. അവൾ ആദ്യമായി കുന്ദനെ പരീക്ഷയുടെ സമയത്ത് കണ്ടത്. ഇതെന്താ, ഇത് കുന്ദന്റെ മുഖം തന്നെയാണല്ലോ. അപ്പോൾ കനിഷ്കിന്റെ നിഴൽ അവിടെ നിന്ന് വീണ്ടും അപ്രത്യക്ഷമായി. ഇത് കണ്ടിട്ട് നിഷയ്ക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. അപ്പോൾ മുന്നിലുണ്ടായിരുന്ന നീലത്തിന്റെ നിഴൽ അവളോട് പറഞ്ഞു, എഴുന്നേൽക്കൂ നിഷ, നീ വളരെ ദൂരം വന്നു കഴിഞ്ഞു. നിന്റെ ലക്ഷ്യമിപ്പോൾ അടുത്താണ്. വേഗം തന്നെ നീ ആ ഗുഹയ്ക്കുള്ളിലേക്ക് ചെല്ല്. അപ്പോൾ നിഷ ആ ഗുഹയ്ക്കുള്ളിലേക്ക് പോകാൻ തുടങ്ങി. ആ ഗുഹയ്ക്കുള്ളിൽ കയറിയ ഉടനെ തന്നെ അവൾക്ക് ശരിക്കും തന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന നീലത്തിന്റെ ശരീരം അവിടെ കാണാൻ കഴിഞ്ഞു. അവൾ ശിവനെ ഭജിക്കുകയായിരുന്നു. നിഷ നീലത്തിന്റെ അടുത്ത് ചെന്ന് അവളുടെ ചുറ്റും നടന്നു നോക്കുന്നു. എന്നിട്ട് സ്വന്തം മുഖത്ത് തൊടുന്നു. ഇതെങ്ങനെ സാധ്യമാവുന്നത്? ഇവൾ ശരിക്കും എന്നെപ്പോലെ തന്നെയുണ്ട്. ഞാൻ സ്വപ്നത്തിൽ കാണുന്ന സ്ഥലവും ഇത് തന്നെയാ. അപ്പോൾ നിഷ തന്റെ കൈകൾ നിവർത്തി നീലത്തിനെ തൊടുന്നു. അവൾ നീലത്തിനെ തൊട്ടയുടനെ തന്നെ അവൾക്ക് അനുഭവപ്പെടുന്നത് ആ ഗുഹ പൊളിഞ്ഞ് അവളുടെ മേത്ത് വീഴുന്നതായിട്ടാണ്. എന്നിട്ട് നീലവും നിഷയും രണ്ടുപേരും ആ കല്ലുകൾക്കിടയിൽ പെട്ടുപോകുന്നു. അരുത്! എന്നാൽ നിഷ അപ്പോൾ തന്റെ കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് അവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ്. നിഷയ്ക്കൊരു കുഴപ്പവുമില്ലായിരുന്നു. അവൾ ആ ഗുഹയുടെ പുറത്ത് കിടക്കുകയായിരുന്നു. അപ്പോൾ നിഷ തന്റെ അരികിലിരിക്കുന്നുണ്ടായിരുന്ന ഖനക്കിനെയും മെഹക്കിനെയും കണ്ടു. മെഹക്, ഖനക്, നിങ്ങൾ രണ്ടുപേരും എവിടെ പോയതാ? മെഹക്, ഇവൾക്കെല്ലാം ഓർമ്മ വരേണ്ടതായിരുന്നില്ലേ? അതേ ഖനക്, നീ പറ, ഇപ്പൊ നിനക്ക് എന്താ സംഭവിച്ചത്? അപ്പോൾ നിഷ തന്റെ വസ്ത്രത്തിലേക്ക് നോക്കുന്നു. അതിപ്പോഴും ഒരു നാഗിനിയുടേതായിരുന്നു. നിഷ ഖനക്കിന് നേരെ നോക്കുന്നു. കനിഷ്ക, നീ എന്റെ അടുത്തേക്ക് വന്നു. ഇത് കേട്ട് ഖനക്കിന് വളരെയധികം സന്തോഷം തോന്നി. നിഷ, നീ ആരാണെന്നുള്ളതെല്ലാം നിനക്കിപ്പോ ഓർമ്മ വന്നില്ലേ? നിഷ എഴുന്നീറ്റു നിൽക്കുന്നു. എന്നിട്ടവളുടെ മുഖത്ത് നാഗിനിയുടെ പ്രതിച്ഛായ കൊണ്ടുവന്നു. അതേ കനിഷ്ക, എനിക്കെല്ലാം ഓർമ്മ വന്നു. ഞാനാണ് ഈ യുഗത്തിലെ ഏറ്റവും വലിയ നാഗിനി നർഗിസ് എന്ന്. അതുപോലെ കനിഷ്കിന്റെ നീലവും ഞാനാണ്. ഞാൻ തിരികെ വന്നു കഴിഞ്ഞു കനിഷ്ക. അപ്പോൾ ഖനക് പറയുന്നു, ഞാൻ കനിഷ്കയല്ല നിഷ. പിന്നെ നീ ആരാണ്? നിന്റെ ഈ രൂപവും ഭാവവും എല്ലാം കനിഷ്കയുടേതാണ്. സമയമാവുമ്പോൾ ഞാൻ നിനക്കെല്ലാം പറഞ്ഞു തരാം. നിനക്കിപ്പോൾ നിന്റെ ജന്മത്തെക്കുറിച്ച് എങ്ങനെ ഓർമ്മ വന്നോ അതുപോലെ എത്രയും വേഗം കുന്ദനും ഓർമ്മ വരണം. എന്നിട്ട് ഖനക് നിഷയെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴാണ് നിഷ അടുത്തു നിന്ന് മെഹക്കിനെ ശ്രദ്ധിച്ചത്. മെഹക്, ആരാണ് നീ? നിനക്ക് ചെറുപ്പം മുതലേ എന്റെ സത്യം അറിയാമായിരുന്നു. അറിയാം നിഷ, എനിക്ക് ഈ കാര്യങ്ങളെല്ലാം പണ്ട് മുതലേ അറിയാം. എന്നെ നിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ അയച്ചിരിക്കുന്നത്. അപ്പോ എനിക്ക് എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകാം. അപ്പോൾ നീയും ഒരു നാഗിനിയാണോ? ഇത്രയും കേട്ട ഉടനെ ഖനക്കും മെഹക്കും ചിരിച്ചുകൊണ്ട് നിഷയുടെ മുമ്പിൽ നിന്ന് തന്നെ തങ്ങളുടെ സർപ്പരൂപം സ്വീകരിക്കുന്നു. ഞാൻ തന്നെയായിരുന്നു നിഷ ഇന്നലെ നിന്നെ മദ്യാസക്തിയിൽ കുന്ദന്റെ മുറിയിലേക്ക് പറഞ്ഞയച്ചത്. അങ്ങനെ നിങ്ങൾ തമ്മിൽ അടുക്കാനായിട്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തത് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനായി. നിഷ അവരുടെ അടുത്തേക്ക് വന്ന് അവരുടെ കൈകളിൽ പിടിക്കുന്നു. എന്നിട്ട് 3 പേരും കൂടി ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ നീലം തിരികെ വന്നു. എന്നിട്ട് 3 പേരും പകുതി സർപ്പവും പകുതി മനുഷ്യരൂപവും സ്വീകരിക്കുന്നു. പക്ഷെ കുന്ദൻ എങ്ങനെ ഈ സത്യം മനസ്സിലാക്കുക? നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട നിഷ. മെഹക്കും ഞാനും ചേർന്ന് നിങ്ങളെ സഹായിക്കാം. പക്ഷെ അതുകൂടാതെ നമ്മൾ ഇതുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ ഈ ഗുഹയിലിരുന്ന നീലത്തിനെ ആക്രമിച്ചത് ആരായിരുന്നു എന്നുള്ളത്. എന്നിട്ട് 3 പേരും കൈകൾ ചേർത്ത് പിടിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷരായി. ദൂരെ ഇരുന്ന് എല്ലാ പദ്ധതികളും ഇട്ടിരുന്ന ആ അജ്ഞാത മനുഷ്യൻ തന്റെ ഗോളത്തിൽ ഈ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇല്ല, ഈ കഥ വീണ്ടും തുടങ്ങാൻ പറ്റില്ല. ഇതിന്റെ മുന്നിൽ എന്റെ തോൽവി സമ്മതിക്കാൻ ഞാൻ ഒരുക്കമല്ല. ഇതിനെനിക്ക് വലിയൊരു തന്ത്രം ഒരുക്കിയേ മതിയാവൂ. നിങ്ങളെല്ലാവരും തയ്യാറായിട്ടിരുന്നോളൂ. എപ്പോൾ വേണമെങ്കിലും ഞാൻ നിങ്ങളെ ആക്രമിക്കും. എന്നാൽ ഈ സന്ദേശം ആർക്കാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഒരടയാളം തന്നാൽ മാത്രം മതി. കുന്ദന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇനി ഓരോ ചൂടുകളും ഞാൻ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. ആ മനുഷ്യനുമായി ചേർന്ന് നിഷയ്ക്കും കുന്ദനും എതിരായി ആരാണ് കരുക്കൾ നീക്കിയിരുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ആ വ്യക്തി ദേഷ്യത്തോടെ കയ്യിൽ ഭസ്മമെടുത്ത് തന്റെ മുന്നിലിരുന്ന ഗോളത്തിലേക്ക് എറിഞ്ഞു. അപ്പോൾ അവിടെ കറുത്ത പുക രൂപപ്പെട്ടു. അതിന്റെ ഉള്ളിൽ നിന്ന് ഞൊടിയിടയിൽ ഒരു പരുന്ത് പ്രത്യക്ഷപ്പെട്ടു. എന്നെ എന്തിനാണ് വിളിപ്പിച്ചത് മുതലാളി? ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാം. ആ നാഗത്തെയും നാഗിനിയെയും വെറുതെ വിടാൻ പാടില്ല. കുന്ദൻ അന്ന് വീട്ടിലേക്ക് പോന്നു. അവനോടൊപ്പം പാരസുമുണ്ടായിരുന്നു. പാരസ് വരുന്നത് കണ്ട് താരികയ്ക്ക് വളരെ സന്തോഷമായി. അവൾ പോയി വേഗം അവനു വേണ്ടി പായസം എടുത്തിട്ട് വന്നു. പാരസും കുന്ദനോടൊപ്പം അവിടെ ഇരിക്കുകയായിരുന്നു. എന്റെ പൊന്നുമോൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ്. ദാ നിനക്ക് വേണ്ടി ഞാൻ പായസം കൊണ്ടുവന്നു. എനിക്കൊന്നും വേണ്ട. എന്നിട്ട് പാരസ് മുഖം തിരിക്കുന്നു. സാരിക വല്യമ്മ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. എനിക്കെന്തെങ്കിലും കഴിക്കാൻ താ. അപ്പോൾ സാരിക പാരസിന് ആഹാരം കൊടുക്കുന്നു. അത് കണ്ടപ്പോ താരികയ്ക്ക് ദേഷ്യം വന്നു. നീ എന്റെ കയ്യിൽ നിന്നൊന്നും കഴിക്കാറില്ല. കണ്ടില്ലേ ആ സാരിക തരുമ്പോ എങ്ങനെ വെട്ടുവിഴുങ്ങുന്നെന്ന്? അമ്മ, എനിക്ക് പായസം ഇഷ്ടമല്ല. ഇതുപോലും അമ്മയ്ക്കറിയില്ലേ. എന്നെ വെറുതെ ഫോഴ്സ് ചെയ്യണ്ട. താരിക പാരസിന് വീണ്ടും ആ പായസം കൊടുക്കാൻ നോക്കി. അപ്പോൾ പാരസ് താരികയുടെ കൈ തട്ടിമാറ്റി.
അങ്ങനെ ആ പായസം താരികയുടെ മുഖത്ത് വീണു. ഈ കാഴ്ച കണ്ട് പാരസും കുന്തനും ചേർന്ന് ചിരിക്കാൻ തുടങ്ങി. അത് കണ്ട് ദേഷ്യപ്പെട്ട് താരിക അവിടെ നിന്ന് പോയി. എടാ പാരസേ, അത് നിന്റെ അമ്മയല്ലേ, നീ എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നേ? പാരസ് അപ്പോൾ സാരികയുടെ മുഖത്തേക്ക് നോക്കുന്നു. എന്നിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നു. മോനെ കുന്തൻ, നീ ഇതിലൊന്നും ഇടപെടണ്ട. വരൂ, രണ്ടുപേരും ആഹാരം കഴിക്കിനി. രണ്ടുപേരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാതിൽക്കലാരോ കോളിംഗ് ബെല്ലമർത്തി. സാരിക പോയി വാതിൽ തുറന്നു. അപ്പോൾ അവിടെ മയൂരി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ സാരികയുടെ കാൽ തൊട്ട് നമസ്കരിച്ചു. അല്ല മയൂരി, നീയോ? വാ മോളെ, നീയൊരു നല്ല കുട്ടിയാ. എന്നാൽ കുന്തന് മയൂരി ഇങ്ങനെ വന്നത് ഒട്ടും ഇഷ്ടമായില്ല. മയൂരി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്നെ ഒന്ന് തനിച്ചു വിടാൻ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? എന്നിട്ട് കുന്തൻ എഴുന്നേറ്റ് തന്റെ മുറിയിലേക്ക് പോയി. ഇത് കണ്ടപ്പോ മയൂരിക്ക് ദേഷ്യം വന്നു. ഉറപ്പായും ഏതോ യക്ഷി എന്റെ കുന്തന്റെ മേൽ എന്തോ മന്ത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മയൂരി ഹാളിൽ വെച്ചിരുന്ന ഒരു വലിയ ചിത്രത്തെ ശ്രദ്ധിച്ചു. അത് കുന്തന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് എടുത്തതായിരുന്നു. അതിൽ കുന്തന്റെ ഒരു ഭാഗത്ത് മയൂരിയും മറ്റേ ഭാഗത്ത് നിഷയുമായിരുന്നു. മയൂരി ദേഷ്യത്തോടെ നിഷയെ നോക്കുന്നു. അപ്പോൾ ഫോട്ടോയുടെ ചില്ല് പൊട്ടുന്നു. മയൂരി ചിരിക്കാൻ തുടങ്ങി. അതിനുശേഷം കുന്തന്റെ വീട് ചുറ്റും നോക്കി. അപ്പോൾ പെട്ടെന്ന് ആരോ വന്ന് മയൂരിയെ കൈയിൽ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. താരികയായിരുന്നു. താരിക മയൂരിയുടെ കഴുത്തിന് പിടിച്ച് ഞെക്കി. അമ്മായി, നിങ്ങളോ? പറ കൊച്ചേ, അന്ന് നീ എന്താ കണ്ടതെന്നുള്ളത്? ഇല്ല അമ്മായി, ഞാനൊന്നും കണ്ടില്ല. എന്നെ വെറുതെ വിട്, ഞാൻ ആരോടും ഒന്നും പറയില്ല. അപ്പോൾ പാരസ് അങ്ങോട്ട് വന്നു. അവനെ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ താരിക പേടിച്ചുപോയി. അമ്മ എന്തോ ഈ ചെയ്യുന്നേ? അത് ഒന്നുമില്ല മോനെ, അത് ഞാൻ പിന്നെ വെറുതെ ഒന്ന് അങ്ങനെ. ഏയ്, ഒന്നുമില്ല പാരസ്. അതെനിക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോ അമ്മായി എന്നെ സഹായിക്കുകയായിരുന്നു. വളരെ സ്നേഹമുള്ളവളാ നിന്റെ അമ്മ. പാരസും മയൂരിയും അവിടെ നിന്ന് പുറത്തേക്ക് വന്നു. നിങ്ങൾ എന്റെ ചേട്ടന്റെ ഗേൾഫ്രണ്ട് അല്ലേ? ഇത് കേട്ട് മയൂരിക്ക് നാണം വന്നു. കുന്തൻ തന്റെ മുറിയിലിരുന്ന് നിഷയെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയായിരുന്നു. നിഷ എന്നോട് ഒരുപാട് പ്രാവശ്യം വഴക്കിട്ട ആളാണ്. എന്തിനാ ഒരുപാട് തല്ലുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനെന്താ അവളെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ കുന്തൻ തന്റെ ബാഗിൽ നിന്ന് ആ കനിഷ്കിന്റെ സ്കെച്ച് പുറത്തെടുത്തു. എന്നിട്ട് അത് തുറന്ന് നോക്കുന്നു. അത് നോക്കിയിരിക്കവേ അവൻ ഉറങ്ങിപ്പോയി. അപ്പോൾ അവനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ കുന്തൻ കാട്ടിലൂടെ നിഷയുടെ പുറകെ ഓടുകയായിരുന്നു. നിൽക്ക് നിഷ, നിൽക്ക്. ഓടുന്നതിനിടയിൽ നിഷ പെട്ടെന്ന് നിൽക്കുന്നു. കുന്തൻ പുറകിൽ നിന്ന് ചെന്ന് നിഷയുടെ തോളിൽ കൈകൾ വെച്ചു. നിഷ തിരിഞ്ഞു നോക്കി. കുന്തൻ നിഷയുടെ മുഖത്ത് നോക്കിയ ഉടനെ തന്നെ ആ മുഖത്ത് ഒരു നാഗിനിയുടെ പ്രതിച്ഛായ വന്നു. എന്നിട്ട് നിഷ നാക്ക് പുറത്തേക്ക് നീട്ടി. ഇത് കണ്ട് പേടിച്ച കുന്തൻ പുറകിലേക്ക് വീണു. ആ സമയത്ത് കുന്തന്റെ മുറിയിലേക്ക് മയൂരി കടന്നുവന്നു. അവൾ വന്ന് കുന്തനെ തൊട്ടു. കുന്തൻ സ്വപ്നം കണ്ട് പേടിച്ച് ഞെട്ടി ഉണർന്നു. എന്നിട്ട് ഉറക്കെ പറഞ്ഞു, നിഷ. നിഷയുടെ പേര് കേട്ട ഉടനെ മയൂരി അത്ഭുതപ്പെട്ടുപോയി. മയൂരി, നീയോ? നീ എന്തിനാ ഇവിടെ വന്നത്? കുന്തൻ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എപ്പോഴും ഞാൻ നിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു. പക്ഷെ നിനക്കിതെന്താ സംഭവിക്കുന്നത്? എന്നിട്ട് മയൂരി കരയാൻ തുടങ്ങി. മയൂരി കരയുന്നത് കണ്ടപ്പോൾ കുന്തൻ അവളെ ചേർത്ത് പിടിച്ചു. ഐ എം സോറി മയൂരി, ഞാൻ വേറെ ഏതൊരു മൈൻഡ് സെറ്റിലായിരുന്നു. ഞാനും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ കുന്തന്റെ മുറിയുടെ ജനലിന് പുറത്ത് ആ പരുന്ത് പറന്നുകൊണ്ട് അവരെ തന്നെ നോക്കുകയായിരുന്നു. അത് പെട്ടെന്ന് ജനലിൽ വന്ന് ഇരിക്കാൻ തുടങ്ങി. അതിന്റെ ചുവന്ന വലിയ കണ്ണുകൾ കണ്ടാൽ വല്ലാത്ത ഭയം തോന്നും. അതിനെ കണ്ടപ്പോ മയൂരി ഉറക്കെ കരയാൻ തുടങ്ങി. അപ്പോൾ ആ പരുന്ത് അവിടെ നിന്ന് പറന്നുപോയി. ഖനക് കോളേജിലേക്ക് ഒച്ചയുണ്ടാക്കാതെ ചെല്ലുന്നു. എന്നിട്ട് മരത്തിനു പുറകിൽ നിൽക്കുന്ന ഏതോ ഒരു പയ്യനോട് സംസാരിക്കുന്നു. അവന്റെ മുഖം കാണാൻ കഴിയുന്നില്ല. നീ വന്നോ? ഞാനിവിടെ വന്നല്ലേ മതിയാവൂ. നീ ഇവിടെ ഉള്ളപ്പോ ഞാൻ പിന്നെ വേറെ എവിടെ പോകാനാണ്? കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നീലം അവളാണെന്നുള്ള കാര്യം നിഷയ്ക്ക് ഓർമ്മ വന്നു കഴിഞ്ഞു. എന്നാൽ കുന്തൻ ഇതുവരെ ഒന്നും ഓർമ്മ വന്നിട്ടില്ല. കുന്തിന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായേ മതിയാവും. ഞാൻ അവിടെ നിന്നും വരുന്ന സമയത്ത് കനിഷ്ക എന്നോട് പറഞ്ഞത് നിഷയും കുന്തിനെയും വലിയൊരു ആപത്തിപ്പോ സമീപിച്ചിരിക്കുന്നു. ഇനിയും നമ്മൾ ലേറ്റാകാൻ പാടില്ല കനക് എന്നാണ്. എന്നിട്ട് കനക് അവന്റെ കൈകളിൽ പിടിക്കുന്നു. ഇനി നീയും മുന്നോട്ട് വരാനുള്ള സമയമായിരിക്കുന്നു. പിന്നെ നിഷയും മെഹക്കും കോളേജിലേക്കെത്തി. നിഷ എത്തിയുടനെ കുന്തനെ അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ അവൾക്ക് കുന്തനെ എവിടെയും കാണാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ കുന്തൻ ഇതുവരെ കോളേജിൽ വന്നിട്ടുണ്ടാവില്ല. നിഷ, നീ വെറുതെ കുന്തനോട് വഴക്കുണ്ടാക്കാനൊന്നും പോവരുത്. അതെ, അവൻ എന്നോട് ദേഷ്യത്തിലായിരിക്കും. ഞാൻ അവന്റെ മുഖത്ത് നല്ലൊരു അടി കൊടുത്തതായിരുന്നില്ലേ? മെഹക്, നീ തന്നെ പറ, ഞാൻ എങ്ങനെ അവനെ ഇണക്കും? ഐഡിയ, നീ ഇവിടെ ചെവി കൊണ്ടുവാ. എന്നിട്ട് മെഹക് നിഷയുടെ ചെവിയിൽ എന്തോ പറയുന്നു. എന്തൊരു വികൃതിയാ നീ. പക്ഷേ മെഹക്, ഒരു കാര്യം പറ, നിനക്ക് എല്ലാ കഥയും അറിയാമായിരുന്നല്ലോ. അപ്പോ അന്ന് നീ കുന്തനോട് എന്റെ സ്കോളർഷിപ്പ് ചോദിച്ചപ്പോ നിനക്കവനെ മനസ്സിലായില്ലായിരുന്നോ? ഇല്ല, കനിഷ്ക് മറ്റൊരു ജന്മം എടുത്തുവെന്ന് എനിക്കറിയാമായിരുന്നു. അവൻ നിന്റെ ജീവിതത്തിൽ വരുമെന്നുള്ളതും. പക്ഷെ അവൻ ആരാണെന്നറിയാൻ ഞാനും കുറെ കാത്തിരിക്കേണ്ടി വന്നു.
അപ്പോൾ നിഷ കുന്ദന്റെ കാറ് അങ്ങോട്ട് വരുന്നത് കണ്ടു. അല്ല, കുന്ദൻ കോളേജിൽ വന്നല്ലോ, വാ നമുക്ക് വേഗം തയ്യാറാകാം. എന്നിട്ട് നിഷയും മെഹക്കും ഉള്ളിലേക്ക് പോകുന്നു. അപ്പോൾ കുന്ദനും കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അപ്പോൾ അവൻ പെട്ടെന്ന് മയൂരിയെ അവിടെ കണ്ടു. മയൂരി അവനെ കണ്ടതും ചിരിച്ചു കാണിച്ചു. മയൂരിയോട് ഇന്ന് ഞാൻ അല്പം സ്നേഹത്തിൽ സംസാരിക്കാൻ പോവുകയാണ്. നിഷയുടെ ഓർമ്മകളിൽ ഇടുന്നത് കാരണം ഞാൻ മയൂരിയുടെ ഒട്ടും ദയയില്ലാതാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് കുന്ദൻ മയൂരിയുടെ അടുത്തേക്ക് ചെന്നു. കുന്ദൻ, ഞാനിന്ന് നിന്റൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ശരി, ഓക്കെ മയൂരി. ഇന്ന് ഡ്രാമ കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും ഒന്ന് പുറത്തു പോകാം. മയൂരി വളരെ സന്തോഷത്തോടെ കുന്ദനോടൊപ്പം നാടകത്തിന്റെ മുറിയിലേക്ക് ചെല്ലുന്നു. കുന്ദൻ വീണ്ടും എല്ലായിടത്തും നിഷയെ അന്വേഷിക്കാൻ തുടങ്ങി. അവൾ എന്തിയേ? എവിടെ പോയി? ഇവിടെ ഞാൻ കാണുന്നില്ലല്ലോ. അപ്പോൾ ഖനക് കുന്ദന്റെ അടുത്തേക്ക് വന്നു. ആരെയാ നീ അന്വേഷിക്കുന്ന കുന്ദൻ? നിന്റെ നാഗിനി എങ്ങാനാണോ? മിസ്, നിങ്ങളെന്നെ കളിയാക്കുകയാണോ? നിഷയും മുറിയിലേക്ക് വരുന്നു. കുന്ദനും നിഷയും പരസ്പരം നോക്കുന്നു. അപ്പോൾ നിഷ പുഞ്ചിരിച്ചു കാണിച്ചു. എന്നാൽ കുന്ദൻ നിഷയോട് പരിഭവത്തിലായിരുന്നു. അപ്പോൾ മെഹക്കും മുറിയിലേക്ക് വന്നു. നീയെല്ലാം സെറ്റ് ചെയ്തിട്ടില്ലേ മെഹക്? എല്ലാം റെഡിയാ, നീ വിഷമിക്കാതിരിക്കെ. എന്റെ പ്ലാൻ വെച്ച് കുന്ദൻ മാത്രമല്ല, കോളേജിലെ എല്ലാ ആമ്പിള്ളേരും നിന്റെ പുറകെ നിന്റെ പ്രേമത്തിനായി വരും. പോടി പ്രാന്തി അവിടുന്ന്. നീ ഇവിടെ നിൽക്ക, ഞാൻ പോയി കുന്ദനെ കണ്ടിട്ട് വരട്ടെ. എന്നിട്ട് നിഷ കുന്ദന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ കുന്ദൻ മുഖം വീർപ്പിച്ചു നിൽക്കുകയാണ്. ഹായ് കുന്ദൻ. ഹായ് മയൂരി. രണ്ടുപേർക്കും സുഖമാണോ? കുന്ദൻ നിഷയ്ക്ക് ഒരു മറുപടിയും കൊടുക്കുന്നില്ല. മയൂരിയും നിഷയെ മുഖം വീർപ്പിച്ച് കാണിക്കുന്നു. ഹ, പോ നീ ഇവിടുന്നിപ്പോ. കാണുന്നില്ലേ ഞാനും കുന്ദനും എത്ര ബിസിയാണെന്നുള്ള കാര്യം? ഓ, ഐ എം സോറി. യു ക്യാരി ഓൺ ഗൈസ്. എന്നിട്ട് നിഷ നിരാശപ്പെട്ട് തിരികെ മെഹക്കിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ വൈകിപ്പോയെന്നാണ്. ഒരുപക്ഷെ കനിഷ്ക ഈ ജന്മത്തിൽ എന്റേതല്ലായിരിക്കും. അവർ രണ്ടുപേരും പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. നിഷ, നീ ഒന്ന് മിണ്ടാതിരിക്കെ. നീ നിന്റെ ബുദ്ധി ഉപയോഗിക്കണ്ട. ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മാത്രം മതി. മയൂരി, നീ എന്തിനാ നിഷയോട് അങ്ങനെയൊക്കെ പെരുമാറിയത്? നീ സാധാരണ എല്ലാവരോടും ദയോടല്ലേ സംസാരിക്കാറുള്ളത്? കുന്ദൻ, ഈയിടെ നീ വളരെ വിചിത്രമായി പെരുമാറുന്നു. നിനക്കിപ്പോൾ എന്നിൽ കുറവുകൾ മാത്രമേ കാണാനുള്ളൂ. മയൂരി പിണങ്ങി അവിടെ നിന്ന് പോകുന്നു. നീയാണ് ആകപ്പാടെ മാറിപ്പോയത് മയൂരി. നേരത്തെ നീ ഇങ്ങനൊന്നും അല്ലായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. ശരിക്കും നിനക്കിപ്പോ എന്താ പറ്റിയത്? ഞാൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ഇങ്ങനെ ചെയ്താൽ കുന്ദൻ എന്നീന്ന് മാറിപ്പോവില്ലേ? എന്നിട്ട് മയൂരി കുന്ദന്റെ മുന്നിൽ വെച്ച് തന്നെ നിഷയോട് പോയി മാപ്പ് ചോദിക്കുന്നു. എന്നിട്ട് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് കൈകൾ കൊടുത്തു. ഇതെല്ലാം കണ്ടപ്പോ കുന്ദന് സന്തോഷമായി. എന്നിട്ട് മയൂരി തിരികെ കുന്ദന്റെ അടുത്ത് വന്ന് നിൽക്കാൻ തുടങ്ങി. കണ്ടില്ലേ നിഷ, നിന്റെ എതിരാളിയാണ്. എങ്ങനെ അവനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതെന്ന് കാണുന്നില്ലേ? ഏയ് ഇല്ല, മയൂരി ഒരു നല്ല പെൺകുട്ടിയാ. നല്ലത് മൈ ഫുഡ്. നീ നിന്റെ ശ്രദ്ധ മുഴുവൻ കുന്ദനിൽ വെക്കാൻ നോക്ക്. അപ്പോൾ മയൂരിക്ക് ആ മുറിയുടെ ജനലിന് പുറത്തായി വീണ്ടും ആ പരുന്തിനെ കാണാൻ പറ്റി. അതിനെ കണ്ട് മയൂരി വീണ്ടും പേടിച്ചുപോയി. ആ മുറിയിൽ ഒരു അനൗൺസ്മെന്റ് നടക്കുന്നു. അത് ഖനക് ചെയ്യുന്നതാണ്. ഹേയ് ബോയ്സ് ആൻഡ് ഗേൾസ്, സോ ആർ യു റെഡി ഫോർ ആ ഡ്രാമ? എല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുന്നു. നമ്മുടെ ഈ രസകരമായ നാടകത്തിൽ എന്നെ സഹായിക്കാനായി വന്നിരിക്കുന്നത് എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ കശിഷാണ്. അപ്പോൾ ആ സ്റ്റേജിലേക്ക് ഒരു പയ്യൻ കടന്നുവരുന്നു. അവനെ കണ്ട് നിഷ ആകെ ആശ്ചര്യപ്പെട്ടു പോയി. കരൺ, ഇവനെ കണ്ട ശരിക്കും കരണിനെ പോലുണ്ടല്ലോ. ആരാ കരൺ? അത് കനിഷ്കിന്റെ സഹോദരി കനിഷ്കയില്ലേ, അവളുടെ ഭർത്താവ്. ഖനക് നിഷയെ നോക്കി കണ്ണടച്ച് കാണിക്കുന്നു. എന്നിട്ട് ചിരിച്ചു കാണിച്ചു. അല്ല, ഈ ഖനക് എന്താ ചെയ്യാൻ പോകുന്നത്? എന്നിട്ട് ഖനക് എല്ലാവർക്കും കശിഷിനെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുന്നു. കുട്ടികളെ, ഇന്നു മുതൽ കശിഷും ഈ നാടകം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. നീലവും കനിഷ്കും രണ്ടുപേരും സ്റ്റേജിലേക്ക് കടന്നുവരൂ. ഇത് കേട്ട എല്ലാവരും ആശ്ചര്യപ്പെട്ടുപോയി. കനിഷ്കോ, അതാരാണ്? ഈ നീലം ആരാ? ഖനക് ചിരിക്കാൻ തുടങ്ങി. അയ്യോ, ഇത്ര അത്ഭുതപ്പെടണ്ട. ഇത് നമ്മുടെ നാടകത്തിലെ നാഗത്തിന്റെയും നാഗിനിയുടെയും പേരാ. എന്നിട്ട് കശിഷ് ഒരു വലിയ ചിത്രവുമായി അങ്ങോട്ട് വന്നു. അതിനെ തുണികൊണ്ട് മൂടിയിരിക്കുകയാണ്. എന്നിട്ടത് സ്റ്റേജിൽ തന്നെ വെക്കുന്നു. നിഷയും കുന്ദനും ഇങ്ങോട്ട് വരൂ. ദാ ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ നാടകത്തിന്റെ പോസ്റ്റർ. എന്നിട്ട് നിഷയും കുന്ദനും ചേർന്ന് സ്റ്റേജിൽ പോയി ആ ചിത്രത്തിൽ നിന്ന് തുണിയെടുത്ത് മാറ്റി. ആ ചിത്രം കണ്ടപ്പോൾ കുന്ദന് തന്റെ കാലുകൾക്കടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നതുപോലെ തോന്നി. ആ പോസ്റ്ററിൽ നീലത്തിന്റെയും കനിഷ്കിന്റെയും ചിത്രമായിരുന്നു. അതുപോലെ നമ്മുടെ നാടകത്തിന്റെ പേരായിരിക്കും നാഗിനി, അപൂർണമായ പ്രണയകഥ. അപ്പൊ മിസ്, എന്റെ റോൾ എന്താ? ഇതിൽ മെഹക്കിന്റെ റോളാണ് നീലത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി. അവൾ നീലത്തിനെ എല്ലാ അപകടത്തിൽ നിന്നും രക്ഷിക്കും. കോമൽ. ഇത് കേട്ടപ്പോൾ മെഹക്കിന് വളരെ സന്തോഷമായി. പക്ഷേ മിസ്, എന്റെ മയൂരി, അവളില്ലാതെ ഈ നാടകമില്ല. നീ പറഞ്ഞത് ശരിയാണ് കുന്ദൻ. ഏതൊരു കഥയാണെങ്കിലും അതിലൊരു വില്ലൻ വേണം. ഇല്ലെങ്കിൽ ആ കഥയിൽ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ മയൂരി സുന്ദരിയായ ഹസീനയായിരിക്കും. അവളായിരിക്കും വില്ലൻ, ഒരു സുന്ദരിയായ മയിൽ. നിനക്ക് നിന്റെ പേര് പോലും മാറ്റേണ്ടി വരില്ല മയൂരി.
അത് കേട്ടപ്പോൾ മയൂരിക്ക് ഇഷ്ടമായില്ല. അവൾ അവിടെ നിന്ന് പിണങ്ങി പുറത്തേക്ക് പോയി. ശരി, വരൂ, നമുക്ക് നമ്മുടെ ജോലി തുടങ്ങാം. നീലവും കനിഷ്കും, നിങ്ങൾ ആദ്യം വരൂ. ഇത് വളരെ മനോഹരമായൊരു പ്രണയരംഗമാണ്. നിഷ സന്തോഷത്തോടെ കുന്ദന്റെ അടുത്ത് ചെന്ന് അവന്റെ കണ്ണുകളിലേക്ക് നോക്കുന്നു. എന്നിട്ട് അവന്റെ കൈകളെടുത്ത് അവളുടെ അരക്കെട്ടിൽ വെക്കുന്നു. എന്നിട്ട് അവളുടെ കൈ അവന്റെ തോളിലേക്കും വെച്ചു. നാടകം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും കുന്ദനും നിഷയുമല്ല, കനിഷ്കും നീലവുമാണ്. അത് മറക്കരുത്. 1, 2, 3 ആക്ഷൻ. നീ എവിടെ പോയതാ കനിഷ്ക്? നിനക്കറിയാമല്ലോ, നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം ജീവിക്കാനാവില്ലെന്ന്. ഇനി എന്നെ ഉപേക്ഷിച്ചു പോകരുത്. എന്നിട്ട് നിഷ കുന്ദനോട് ചേർന്ന് നിന്ന് കരയാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടപ്പോ കുന്ദന്റെ കണ്ണിൻ മുന്നിൽ ചില മങ്ങിയ ചിത്രങ്ങൾ തെളിഞ്ഞുവന്നു. അതിൽ നീലവും കനിഷ്കുമായിരുന്നു. അസ്വസ്ഥനായ കുന്ദൻ നിഷയെ തള്ളിമാറ്റി. ക്ഷമിക്കണം പ്ലീസ്, എനിക്കിപ്പോൾ പോയേ മതിയാവൂ. എന്നിട്ടവൻ പോകുമ്പോ ആ പോസ്റ്ററിലേക്ക് ഒരു പ്രാവശ്യം കൂടെ നോക്കുന്നു. നിഷ എനിക്കൊരു പടം വരച്ചു തന്നല്ലോ, അതുപോലെ തന്നെയാണ് ഈ പോസ്റ്ററും. എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? എന്നിട്ട് കുന്ദൻ അവിടെ നിന്ന് പുറത്തേക്ക് പോയി. ഇത് കണ്ട നിഷ കശിഷ്കിനെയും ഖനക്കിനെയും നോക്കി ചിരിച്ചു കാണിച്ചു. എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്ലാൻ വർക്കാകുന്നുണ്ടെന്നാണ്. ഖനക്കും കശിഷും നിഷയും മെഹക്കും കൈകൾ ചേർത്ത് പിടിക്കുന്നു. മയൂരി വാതിലിന്റെ പുറകിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നിൽ നിന്ന് എന്റെ കുന്ദനെ പറിച്ചെടുക്കാനല്ലേ? ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല. കുന്ദന് പുറകെ നിഷയും അവന്റെ പുറകെ തന്നെ പോകുന്നു. അപ്പോൾ കുന്ദൻ ഒരു സ്റ്റോർ റൂമിന്റെ അടുത്തുകൂടെ പോവുകയായിരുന്നു. അവൻ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു പെൺകുട്ടി കരയുന്ന ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. അല്ല, എന്റെ ഈ റൂമിൽ നിന്ന് ഇങ്ങനെ ശബ്ദം കേൾക്കുന്നേ? ഏതോ പാവരുന്ന് കരയാണെന്ന് തോന്നുന്നു. അവരെ സഹായിച്ചേ മതിയാവൂ. എന്നിട്ട് കുന്ദൻ ആ മുറിക്കുള്ളിലേക്ക് പോകുന്നു. അതിനകത്ത് മൊത്തം ഇരുട്ടായിരുന്നു. ഹലോ മാഡം, എന്തിനാണ് നിങ്ങളിങ്ങനെ കരയുന്നേ? ഈ ഇരുട്ട് കണ്ട് പേടിച്ചിട്ടാണ് കരയുന്നേ? വേണമെങ്കിൽ ഞാൻ ഈ ലൈറ്റ് ഓൺ ചെയ്യാം. എന്നിട്ട് കുന്ദൻ ലൈറ്റുകൾ ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ ഒരു ലൈറ്റ് പോലും കത്തുന്നില്ല. അപ്പോൾ ആ കരച്ചിലിന്റെ ഒച്ച പെട്ടെന്ന് ചിരിയിലേക്ക് മാറുന്നു. അപ്പോൾ നീങ്ങെത്തിയല്ലേ കുന്ദൻ? ഇത് കേട്ടപ്പോൾ കുന്ദൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ആരോ എന്നെ കളിപ്പിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. എന്നിട്ടവൻ പുറത്തേക്ക് പോകാൻ നോക്കി. അപ്പോൾ പെട്ടെന്നാരോ കുന്ദനെ തള്ളിയിട്ടിട്ട് ആ വാതിൽ പുറത്തുനിന്ന് അടച്ചുകളഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ആ മുറിയിൽ എല്ലായിടത്തും സുന്ദരമായ കാൻഡിലുകൾ കത്താൻ തുടങ്ങി. എല്ലായിടത്തും. ഇത് കണ്ടപ്പോൾ കുന്ദൻ തന്റെ കണ്ണുകൾ അടയ്ക്കാതെ തുറച്ചു നോക്കി നിന്നു. ഓ വാവ്, ഇത് ശരിക്കും അടിപൊളിയാണല്ലോ. ആ കാൻഡിലുകളുടെ വെളിച്ചത്തിൽ കുന്ദൻ നോക്കുമ്പോൾ മതിലിനോട് ചേർന്ന് ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. കുന്ദൻ ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് അവളുടെ മുഖം നോക്കിയ ഉടനെ പേടിച്ച് ദൂരെ പോയി വീണു. കുന്ദൻ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്ന ഉടനെ തന്നെ അവൾ തന്റെ മുഖമുയർത്തി നോക്കുന്നു. അത് മറ്റാരുമല്ലായിരുന്നു, നിഷ തന്നെയായിരുന്നു. നിഷ കുന്ദനെ നോക്കിയ ഉടനെ തന്നെ കുന്ദന് നിഷയുടെ മുഖത്ത് നാഗിനിയുടെ പ്രതിച്ഛായയും അവളുടെ നാഗിനിയുടെ കണ്ണുകളും കാണാൻ കഴിഞ്ഞു. അത് കണ്ടപ്പോൾ കുന്ദൻ ഭയന്നുപോയി. എന്നിട്ടവൻ ദൂരെ മാറി നിൽക്കാൻ തുടങ്ങി. അല്ല, നീ ആരാണ്? ഇവിടുന്ന് പോ നോക്ക്. എന്നിട്ട് കുന്ദൻ തന്റെ മുഖം മറച്ചുപിടിക്കുന്നു. നിഷ പെട്ടെന്ന് തന്നെ തന്റെ സാധാരണ രൂപത്തിലേക്ക് മാറുന്നു. എന്നിട്ട് കുന്ദന്റെ അടുത്ത് ചെന്ന് അവന്റെ തോളിൽ കൈകൾ വെച്ചു. കുന്ദൻ, എന്താ ഇത് കുന്ദൻ? എന്താ പറ്റിയേ? നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? കുന്ദൻ ഭയത്തോടെ തന്നെ തന്റെ മുഖമുയർത്തി നോക്കുന്നു. അപ്പോൾ കാണുന്നത് സാധാരണ രൂപത്തിൽ നിൽക്കുന്ന നിഷയാണ്. നിഷ, നീയായിരുന്നു? അപ്പൊ അതാരായിരുന്നു? വിചിത്രമായ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുത്തിയുണ്ടായിരുന്നല്ലോ. എന്താ കുന്ദൻ, നീ ഏതെങ്കിലും പ്രേതത്തിനെ കണ്ടോ? ഇവിടെ നീയും ഞാനും മാത്രമേ അല്ലേ ഉള്ളൂ. അത് ശരിയല്ലേ, എനിക്കെന്തോ തെറ്റുപറ്റിപ്പോയതാ. നിഷ അപ്പോൾ ബാക്കി കാൻഡിലുകളും കത്തിച്ച് ആ മുറിയിലാകെ വെളിച്ചം നിറയ്ക്കുന്നു. അത് ആ മുറിയെ വളരെ ഭംഗിയുള്ളതാക്കുന്നു. അപ്പോൾ പെട്ടെന്ന് കുന്ദൻ നിഷയെ മാറോട് ചേർത്ത് പിടിച്ചു. എന്ത് പറ്റി കുന്ദൻ? ഇല്ല, ഒന്നുമില്ല. നിഷ, നീ ഇതൊക്കെ ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നേ? നിനക്ക് വേണ്ടിയാണ് കുന്ദൻ. എന്നിട്ട് നിഷ കുന്ദനോട് ചേർന്ന് നിൽക്കുന്നു. ഐ എം സോറി കുന്ദൻ, ഞാൻ ഓരോ പ്രാവശ്യം ഓരോ മണ്ടത്തരം കാണിക്കും. അത് കാരണം നിനക്ക് വല്ലാതെ ഹേർട്ടാവുന്നു. ബട്ട് ഐ പ്രോമിസ്, ഇനി മുതൽ ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. അയ്യോ നിഷ, നീ അതിനുവേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊന്നും ഒന്നുമല്ല, ശരിക്കുള്ള സർപ്രൈസ് ഇനിയാണ് വരാൻ പോകുന്നത്. എന്നിട്ട് നിഷ കുന്ദനെ ടേബിളിന് മേലിരുത്തിയിട്ട് പോയി ഒരു സുന്ദരമായ കേക്ക് എടുത്തിട്ട് വന്നു. എന്നിട്ടത് കൊണ്ടുവന്ന് കുന്ദന് മുമ്പിൽ വെച്ചു. നിഷ, എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയാം, ഞാൻ എല്ലാം പറഞ്ഞുതരാം. ആദ്യം നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഈ കേക്ക് കട്ട് ചെയ്താലോ? എന്നിട്ട് നിഷയും കുന്ദനും ചേർന്ന് കേക്ക് കട്ട് ചെയ്യുന്നു. എന്നിട്ട് പരസ്പരം കേക്ക് കൊടുത്തു. അപ്പോൾ നിഷയുടെ ചുണ്ടുകളുടെ അടുത്തായി കേക്ക് പറ്റി. അപ്പോൾ കുന്ദൻ അവളുടെ അടുത്ത് ചെന്ന് അത് ക്ലീൻ ചെയ്തു കൊടുത്തു. അപ്പോൾ രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി. കുന്ദൻ നിഷയുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോൾ അവന്റെ തലയിൽ വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടു. അയ്യോ, തലവേദന എടുക്കുന്നേ. കുന്ദൻ, നിനക്ക് എന്ത് പറ്റി? അത് ചെറുതായിട്ട് തലവേദനിക്കുന്നുണ്ട്.
അല്ല നീ ഇതിനെ കേക്ക് വാങ്ങിച്ചിട്ടൊന്നു പറ. എനിക്ക് നിന്നെ കിട്ടിയ സന്തോഷത്തിൽ നീലത്തിന് തന്റെ കനിഷ്കിനെ കിട്ടിയതുപോലെ അതുകൊണ്ട്. നീ ആള് കൊള്ളാലോ നിഷേ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് ഒരുപാട് നന്ദി. നീ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇല്ല, അതിന്റെ കനിഷ്കിന് വേണ്ടിയും കൂടെയാ. കൊള്ളാം. കനിഷ്കിന്റെ കാര്യം ഓർമ്മ വരുന്നു. അല്ല ഈ കനിഷ്കാരാണ്? എന്നിട്ട് കുന്ദൻ ആ സ്കെച്ച് എടുത്ത് നിഷയെ കാണിച്ചു കൊടുത്തു. നിഷ, നീ എനിക്ക് ബർത്ത്ഡേക്ക് എന്ന സ്കെച്ചിലിരിക്കുന്ന ഇതാരാണ്? ഇയാളുടെ മുഖം എന്റെ പോലെ തന്നെയുണ്ടല്ലോ. പക്ഷെ ഇതാരാണ്? അല്ല, ഇതെങ്ങനെ സംഭവിച്ചു? ഞാനിതിൽ കുന്ദന്റെ സ്കെച്ചല്ലേ വരച്ചത്, പിന്നെ എങ്ങനെയാ ഇതിൽ കനിഷ്ക വന്നത്? ഈ നീലം ആരാണ്? ഈ പടം കണ്ടപ്പോ എന്നെ തല കറങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നീലത്തിന്റെ പേര് ഞാൻ എവിടെയോ കേട്ടതുപോലെയുണ്ട്. ഈ നീലം ആരാണ്? പറയൂ നിഷ. അപ്പോൾ കുന്ദൻ തിരിഞ്ഞ് നിഷയുടെ നേരെ നോക്കുന്നു. അപ്പോൾ അവിടെ വീണ്ടും നീലം നാഗിനിയുടെ വേഷത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കുന്ദൻ തന്റെ കണ്ണുകൾ നന്നായി തിരുമി. എന്നിട്ട് നോക്കുമ്പോൾ അവിടെ നീലമല്ല, നിഷയാണ് നിന്നിരുന്നത്. ഇത് ചിലപ്പോ മേക്കറിന്റെ വല്ല കുസൃതിയുമായിരിക്കും കുന്ദൻ. അവൾ എപ്പോഴും ഇങ്ങനെ തന്നെയാ. അല്ല നിഷ, നീ പ്രേതമൊന്നുമല്ലല്ലോ അല്ലേ? നിഷ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. നിന്റെ ഒരു കാര്യം കുന്ദൻ, നീ ആ കേക്ക് കഴിച്ച് സന്തോഷിക്ക്. നാളെ മുതൽ നാടകത്തിന്റെ പ്രാക്ടീസ് തുടങ്ങണം. മെഹക് കോളേജിലെ ഗാർഡനിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ പാരസ് വന്ന് മെഹക്കിന്റെ പുറകിലായി നിൽക്കാൻ തുടങ്ങി. സർപ്രൈസ്! മെഹക് പേടിച്ചുപോയി. എന്നിട്ട് പാരസിനെ തല്ലാനായി അവന്റെ പിറകെ ഓടാൻ തുടങ്ങി. പാരസ്, നിന്റെ ഒരു കാര്യം, ഇങ്ങനെ ആരെങ്കിലും പേടിപ്പിക്കൂ? എങ്ങനെ ഇരിക്കുന്നു മൈ ഡിയർ ഫ്രണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, വെറുതെ ബോറടിക്കായിരുന്നു. ശരി, ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും പോവാം. ഇത് കേട്ടപ്പോ മെഹക്കിന് സന്തോഷം തോന്നി. എന്നിട്ട് അവൾ നിഷയുടെ അടുത്ത് ചെന്ന് താൻ പാരസിന്റെ കൂടെ പുറത്തു പോവാണെന്ന് പറഞ്ഞു. അപ്പൊ ശരി നിഷ, എന്നെ പാരസ് ഡ്രോപ്പ് ചെയ്യും. നീ എന്റെ സ്കൂട്ടറും എടുത്ത് തിരിച്ചു പൊക്കോളൂ. എന്നിട്ട് മെഹക്കും പാരസും ചേർന്ന് ചുറ്റാൻ പോയി. അതേസമയം കുന്ദനും തിരികെ പോവുകയായിരുന്നു. നിഷ, നീ ഓക്കെ ആണെങ്കിൽ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട കുന്ദൻ, എനിക്ക് ലൈബ്രറി പോയി കുറച്ചു നേരം പഠിക്കാനുണ്ട്. നീ പൊക്കോളൂ, ഞാൻ പൊക്കോളാം. എന്നിട്ട് കുന്ദനും അവിടെ നിന്ന് പോകുന്നു. വരൂ മെഹക്, ഞാൻ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാം. മെഹക് പാരസിനോടൊപ്പം അവന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ദാരിക ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓ എന്റെ പൊന്നുമോനിങ് എത്തിയോ? ഞാൻ ഇന്ന് നിനക്ക് വേണ്ടി ചിക്കനാ ഉണ്ടാക്കിയത്. ഇന്ന് ഞാൻ തന്നെ നിനക്ക് വാരിത്തരാം. വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. ഞാനൊരു പ്യൂർ വെജിറ്റേറിയൻ ആണെന്ന് അമ്മയ്ക്കറിയില്ലേ? അതിന് മോനെ, നീ എന്നോട് എപ്പോഴാ എന്തെങ്കിലും പറയാറുള്ളത്? നിന്റെ ഗേൾ ഫ്രണ്ടിനെ ഒന്ന് പരിചയപ്പെടുത്ത്. അമ്മയെ ഞാൻ അമ്മയുടെ എത്ര പ്രാവശ്യം പറഞ്ഞു ഒന്നും അറിയാതെ സംസാരിക്കരുതെന്ന്. ഞാൻ എന്റെ റൂമിലേക്ക് പോവുകയാണ്, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. എന്നിട്ട് പാരസും മെഹക്കും ചേർന്ന് റൂമിലേക്ക് പോകുന്നു. അപ്പോൾ താരിക ആ ചിക്കനും എടുത്ത് തന്റെ മുറിയിലേക്ക് തന്നെ പോയി. പാരസ്, നിന്റെ അമ്മ നിന്നോട് എത്ര സ്നേഹത്തോടെ സംസാരിക്കുന്നേ, പിന്നെ നിനക്കെന്താ ഇത്ര ദേഷ്യം? കാര്യം എന്താന്ന് പറയേ. മെഹക്, അത് ഞാൻ നിന്നോട് എങ്ങനെയാണ് പറയുക? അത് കേട്ടാൽ പിന്നെ നീ എന്നെ നിന്റെ കൂട്ടുകാരായിട്ട് പോലും അംഗീകരിക്കില്ല, അടുത്ത് പോലും വരില്ല. മെഹക് കുന്ദന്റെ കൈകളിൽ തന്റെ കൈ വെച്ചതിനു ശേഷം അവന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുന്നു. ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ വിഷമിക്കണ്ട. കാര്യം എന്താന്ന് പറയേ. മെഹക്, ഇത് ഞാൻ ജനിച്ചപ്പോൾ നടന്ന കാര്യമാണ്. സാരികയ്ക്ക് താരികയുടെ ലക്ഷ്യത്തെക്കുറിച്ച് എല്ലാം മനസ്സിലായിരുന്നു. എന്നാൽ അവൾ ഭയം കാരണം ഒന്നും മിണ്ടിയില്ല. അതുപോലെ കുറച്ചു കഴിഞ്ഞപ്പോ താരികയും ഗർഭിണിയായി. വീട്ടിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരുന്നു. അത് കാരണം സാരികയും ഒന്നും പറഞ്ഞില്ല. താരികയ്ക്ക് ഒരു ആൺകുട്ടിയുണ്ടായി. അവന്റെ പേര് പാരസ് എന്നായിരുന്നു. താരിക അവനെ വളരെയധികം സ്നേഹിച്ചു. അവൾ ഇനിയെങ്കിലും തന്റെ പഴയ ദുഷ്പ്രവൃത്തികളെല്ലാം ഉപേക്ഷിച്ച് നല്ലൊരു ജീവിതം ജീവിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ പതുക്കെ പാരസ് വളർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോൾ എന്റെ അമ്മ വലിയ കമ്മലും മാലയും വളയൊക്കെ ഇട്ട് റൂമിന്റെ നടുവിലിരുന്ന് മുടിയൊക്കെ അഴിച്ചിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടു ഞാൻ വല്ലാതെ പേടിച്ചുപോയി. ആ സമയം എന്റെ അമ്മ എന്നെ കണ്ടു. ചെല്ല്, വീണ്ടും പോയി കിടന്നുറങ്ങ. ഞാൻ അവിടുന്ന് ഒന്നും മിണ്ടാതെ പോയി കിടന്നു ഉറങ്ങി. ആ വേഷത്തിൽ എന്റെ അമ്മയെ കണ്ടപ്പോൾ ഞാൻ വല്ലാതെ പേടിച്ചു പോയിരുന്നു. സാരിക വല്യമ്മയ്ക്കും കുന്ദൻ ചേട്ടനും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പേടിച്ചിട്ട് ഞാൻ അമ്മയോടൊന്നും പിന്നീട് സംസാരിച്ചിട്ടില്ല. ഒരു ദിവസം ഉറങ്ങിക്കിടക്കുമ്പോൾ ആരോ മന്ത്രം ചൊല്ലുന്നത് കേട്ട് ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് പോയി നോക്കി. അത് കണ്ടപ്പോൾ എന്റെ ഹൃദയമിടിപ്പ് തന്നെ നിന്നുപോയി. എന്റെ അമ്മ പാതി മയക്കത്തിലായിരുന്ന കുന്ദൻ ചേട്ടനെ ഒരു വലയത്തിനുള്ളിൽ കിടത്തിയിരിക്കുകയായിരുന്നു. അടുത്തൊരു അഗ്നികുണ്ഡം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. അതിൽ കൂടുതലൊന്നും എന്റെ ഓർമ്മയിലില്ല. അപകടം പിടിച്ച കാര്യം എന്താണ് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. എന്നിട്ടോ പാരസ്? അതിനുശേഷം അടുത്തിരുന്ന വാട്ടർ ജഗ് എടുത്ത് അതിലുണ്ടായിരുന്ന വെള്ളം ഞാൻ ആ അഗ്നികുണ്ഡത്തിലേക്ക് ഒഴിച്ചു. അത് കണ്ട് അമ്മ എന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. നിനക്കെന്താ മോനെ, ഭ്രാന്ത് പിടിച്ചോ? ഞാൻ ഇതെല്ലാം നിനക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്? അപ്പൊ അവിടേക്ക് സാരിക വല്യമ്മ വന്നു. വല്യമ്മ കുന്ദൻചേട്ടനെ അവിടുന്ന് എടുത്തോണ്ട് പോയി. അതിനുശേഷം എനിക്ക് എന്റെ അമ്മയെ കാണുമ്പോഴൊക്കെ പേടിയാണ് തോന്നുന്നത്. ഞാൻ സാരിക വല്യമ്മയുടെ കൂടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. എന്താണെന്നറിയില്ല, പെട്ടെന്ന് തന്നെ പഠിക്കാനായിട്ട് അമ്മ അമേരിക്കയിലേക്ക് അയച്ചു. പിന്നെ ഞാൻ അവിടുന്ന് ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. സാരിക വല്യമ്മയ്ക്കും കുന്ദൻചേട്ടനും എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഓ പാരസ്. മെഹക് പാരസിനെ കെട്ടിപ്പിടിക്കുന്നു. മെഹക്, നീയും എന്റെ അമ്മയെപ്പോലെ എനിക്കൊരു ഷോക്കും തരല്ലേ പ്ലീസ്. എന്നാൽ മെഹക് ഒന്നും തന്നെ പറയുന്നില്ല. എന്നിട്ട് താരിക തന്റെ മുറിയിൽ പോയി മുറിയുടെ വാതിലടയ്ക്കുന്നു. ഈ ചെക്കന് വേണ്ടി ഞാൻ എന്തെല്ലാമാ ചെയ്യുന്നത്, എന്നിട്ട് കണ്ടില്ലേ, അവൻ എന്നെ ഒരു വിലയുമില്ല.
അതൊന്നും സാരല്ല. ഒരിക്കൽ എനിക്ക് ആ ശക്തി കിട്ടിക്കഴിഞ്ഞാ പിന്നെ കണ്ടോ ഞാൻ എന്തെല്ലാം ചെയ്യുമെന്നുള്ളത്. എന്നിട്ട് പാത്രത്തിന്റെ അടപ്പ് തുറന്ന് അതിൽ നിന്ന് ചിക്കൻ എടുത്തു. എന്നിട്ട് ഏതോ വിശന്ന മൃഗത്തെ പോലെ അത് കടിച്ചു തിന്നാൻ തുടങ്ങി. ഞാൻ എല്ലാവരെയും ഇങ്ങനെ തന്നെ കടിച്ചു തിന്നും. നിഷ ലൈബ്രറിയിലിരുന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് മുറിയിൽ നിന്ന് എന്തെല്ലാമോ ഒച്ചകൾ കേൾക്കാൻ കഴിഞ്ഞു. നിഷ ചുറ്റുപാടും നോക്കുന്നു. കൊള്ളാലോ, ഈ മുറിയിൽ ഞാനല്ലാതെ വേറെ ആരുമില്ല. പിന്നെ എവിടെന്ന് ഈ ശബ്ദം വരുന്നേ? വീണ്ടും അതേ ശബ്ദങ്ങൾ തന്നെ വരുന്നു. നിഷ ആ ഭാഗത്തേക്ക് പോകുന്നു. എന്നിട്ട് പുസ്തകങ്ങളെ മാറ്റിവെക്കുന്നു. അപ്പോൾ അവിടെ ആ പുസ്തകങ്ങളുടെ ഇടയിൽ നിന്ന് ചിറകുകൾ വീശിക്കൊണ്ട് ഒരു വലിയ പരുന്ത് പറന്നുപോയി. അതിനെ കണ്ടപ്പോ നിഷയാകെ പേടിച്ചുപോയി. അപ്പോൾ അത് പറന്ന് ജനലിലൂടെ പുറത്തേക്ക് പോയി. നിഷ സമാധാനത്തോടെ വീണ്ടും പോയി ഇരുന്നു. അപ്പോൾ ആ പരുന്ത് വീണ്ടും ഉള്ളിലേക്ക് പറന്നു വന്നിരുന്നു. എന്നിട്ട് ഉറക്കെ ഉറക്കെ ചിരിച്ചു. നാഗിനി, നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്നിട്ട് പുറകിൽ നിന്ന് വന്ന് നിഷയെ കഠിനമായി ആക്രമിച്ചു. നിഷ അവിടെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ പരുന്ത് വന്ന് നിഷയെ വല്ലാതെ ആക്രമിക്കാൻ തുടങ്ങി. നീ ആരാണ്? എന്തിനാ എന്നെ ഇങ്ങനെ ആക്രമിക്കുന്നത്? എന്നിട്ട് നിഷ ആ പരുന്തിന്റെ ആക്രമത്തെ കൈകൊണ്ട് തടുക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പരുന്ത് നിഷയുടെ കൈകളിൽ കൊത്തി അവളുടെ കൈകളിൽ മുറിവുണ്ടായി. നിഷ അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ പരുന്തും പറന്നുകൊണ്ട് അവളുടെ പുറകെ തന്നെ പോയി. ഇന്ന് നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല നിഷ. എന്റെ മുതലാളി നീ കാരണം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നീയാണ് ഇന്നത്തെ എന്റെ ഭക്ഷണം. മെഹക്കും പാരസും ഒരുമിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മെഹക് അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നു. പാരസ്, എനിക്ക് പോയേ പറ്റൂ. അതിനിപ്പോ എന്താ പറ്റിയത്? അതും ഇത്ര പെട്ടെന്ന്? പാരസ്, ഞാൻ പോകട്ടെ. അവൾക്ക് എന്റെ ആവശ്യമുണ്ട്. നീ എന്തായി പറയുന്നേ? ആർക്കാണ് ഇത്ര ആവശ്യം? വേണമെങ്കിൽ ഞാൻ നിന്നെ കാറിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം. ഇല്ല, നീ ഇവിടെ തന്നെ നിന്നോ. ഞാൻ നിന്നെ നാളെ കാണാം. എന്നിട്ട് മെഹക് ഓടി ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്നിട്ട് കുറച്ചു ദൂരം മുന്നോട്ടു പോയി. നിഷയ്ക്ക് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. എനിക്കത് മനസ്സിലാകുന്നു. ഞാൻ എത്രയും പെട്ടെന്ന് നിഷയുടെ അടുത്ത് എത്തിയേ പറ്റൂ. എന്നിട്ട് മെഹക് തന്റെ നാഗിനിയുടെ രൂപത്തിലേക്ക് മാറുന്നു. എന്നിട്ട് നിഷയുടെ അടുത്തേക്ക് യാത്ര പുറപ്പെട്ടു. അതേസമയം നിഷ ആ പരുന്തിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ പരുന്ത് തന്റെ കൂർത്ത നഖങ്ങൾ പുറത്തേക്കെടുത്തു. എന്നിട്ട് നിഷയെ നന്നായി ആക്രമിക്കാനായി മുന്നോട്ടു വന്നു. എന്നാൽ അപ്പോൾ മെഹക് പുറകിൽ കൂടെ വന്ന് തന്റെ വാലുകൊണ്ട് ആ പരുന്തിനെ അടിച്ചു തെറിപ്പിച്ചു. നിഷ നോക്കുമ്പോൾ മെഹക് ഒരു വലിയ സർപ്പമായി മാറിയിട്ടുണ്ടായിരുന്നു. അവളും പരുന്തും തമ്മിൽ ഒരു പോരാട്ടം നടന്നു. എന്നിട്ട് മെഹക് ആ പരുന്തിനെ ആക്രമിച്ച് അതിന് നിറയെ പരിക്കുകൾ വരുത്തി. അപ്പോൾ പരിക്ക് പറ്റിയ പരുന്ത് എങ്ങനെയെല്ലാമോ തന്റെ ജീവൻ രക്ഷിച്ചു. നിഷ, നിനക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല, എനിക്ക് ചില ചെറിയ മുറിവുകൾ മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ അപകടത്തിലാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു? നിഷ, എന്റെ ജീവിതം നീയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നിനക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ എനിക്ക് അറിയാൻ കഴിയും. താങ്ക് യു മെഹക്. എന്നിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു. എന്നാ എന്നോട് ഒരു കാര്യം പറ. നീ നിന്റെ ശക്തി ഉപയോഗിച്ച് എന്താ പരുന്തിനെ കൊല്ലാതിരുന്നത്? ഓ, ഞാനൊരു നാഗിനാണെന്നുള്ള കാര്യം ഞാൻ പെട്ടെന്ന് മറന്നുപോയി. നിന്റെ ഒരു കാര്യം നിഷ, നീ ഇങ്ങനെ ഭ്രാന്തിയായല്ലോ. വരൂ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ഞാൻ എന്നിട്ട് നിനക്ക് മരുന്ന് വെച്ചു തരാം. എന്നിട്ട് മെഹക്കും നിഷയും തിരികെ വീട്ടിലേക്ക് വന്നു. മുറിവേറ്റ പരുന്ത് ആ അജ്ഞാത വ്യക്തിയുടെ അടുത്തേക്ക് തിരികെ പോയി. മുതലാളി ആ നാഗിനിയുടെ കൂട്ടുകാരിയെപ്പറ്റി എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ. അവൾ എന്തുമാത്രം ശക്തിശാലിയാണെന്നറിയാമോ? അവളെ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ നിനക്കിനിയും ഒരുപാട് ശക്തി തരാം. പക്ഷെ ഇപ്രാവശ്യം നീ ശത്രുവായിട്ടല്ല, കൂട്ടുകാരനായിട്ട് പോകൂ. കൂട്ടുകാരനായിട്ട്. എന്നിട്ട് ആ മനുഷ്യൻ പരുന്തിനുള്ളിൽ വീണ്ടും ശക്തികൾ നിറയ്ക്കുന്നു. പരുന്ത് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. നിഷയും മെഹക്കും വീട്ടിലേക്ക് എത്തുന്നു. അല്ല, നിനക്ക് എങ്ങനെ ഈ മുറിവ് പറ്റിയേ? ഒന്നുമില്ല, വാതിലിനിടയിലൊന്ന് കൈപ്പെട്ടതാ. മെഹക് നിഷയ്ക്ക് മരുന്ന് വെച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് വീടിന്റെ വാതിൽക്കൽ ആരോ മുട്ടുന്നത്. മെഹക് പോയി വാതിൽ തുറന്നു. അപ്പോ വാതിൽക്കൽ ഖനക്കും കശിഷ്കും നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും, നിങ്ങളെന്താ ഇവിടെ? നിഷ, നീ ഞങ്ങളുടെ കൂടെ വാ. നിന്നെ ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുണ്ട്. അപ്പോൾ ഖനക് നിഷയെയും മെഹക്കിനെയും തന്റെ കാറിൽ കാട്ടിലേക്ക് കൂട്ടിയിട്ടു പോയി. ഓഹോ മെഹക്, എന്താ കാര്യമെന്ന് പറ. നിഷ, നിനക്കറിയണമായിരുന്നല്ലോ ഞാനും കശിഷും ആരാണെന്നുള്ളത്. ആരാണ് ഞങ്ങളെ അയച്ചതെന്നുള്ളതും ഞങ്ങൾ ആരാണെന്നുള്ളതും മനസ്സിലാക്കാനുള്ള സമയമായിപ്പോ. നിഷയും മെഹക്കും അവിടെ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഖനക് തന്റെ കൈകൊണ്ട് വായുവിലൊരു വലിയ ഗോളം സൃഷ്ടിക്കുന്നു. എന്നിട്ട് ആ ഗോളം നിഷയെ മറ്റൊരു ലോകവുമായി ബന്ധപ്പെടുത്താൻ തുടങ്ങി. കണ്ണടച്ചതും ആ ഗോളത്തിൽ നിന്നുള്ള വെളിച്ചത്തിൽ ചില ആളുകളെയെല്ലാം കാണാൻ കഴിഞ്ഞു. അത് മറ്റാരുമല്ലായിരുന്നു, നീലത്തിന്റെ തന്നെ കുടുംബാംഗങ്ങളായിരുന്നു. നിഷ നോക്കുമ്പോൾ ആ ഗോളത്തിനുള്ളിൽ നിന്ന് നാഗലോകത്ത് ജീവിക്കുന്ന തന്റെ കുടുംബാംഗങ്ങളെയെല്ലാം കാണാൻ കഴിഞ്ഞു. അതിൽ ഒരു ഭാഗത്ത് നൈഷയും തുഷാറും ഉണ്ടായിരുന്നു. അതുപോലെ മറുഭാഗത്ത് തൃഷയും തരുണുമുണ്ടായി. അപ്പോഴാണ് നിഷ ഗോളത്തിനകത്ത് കനിഷ്കയെ കാണുന്നത്. കനിഷ്ക! കനിഷ്ക നിഷയുടെ ശബ്ദം കേട്ടിട്ട്
ഉടൻ തന്നെ ആ ഗോളത്തിനടുത്തേക്ക് എത്തുന്നു. കരണം അവളുടെ കൂടെ അങ്ങോട്ട് വന്നു. ഒരു ഗോളത്തിനുള്ളിൽ കനിഷ്കയും കനിഷ്കും നിൽക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ആ ഗോളത്തിന്റെ തൊട്ടടുത്തായിട്ട് പുറത്ത് ഖനക്കും കശിഷുമുണ്ടായിരുന്നു. നിഷയെ കണ്ട ഉടനെ കനിഷ്കിന്റെ കണ്ണു നിറഞ്ഞൊഴുകാൻ തുടങ്ങി. നീലു, എന്റെ കൂട്ടുകാരി, എന്റെ സഖി, എന്റെ ഏട്ടത്തി, നിന്നെ കാണാൻ ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നു. ഏട്ടൻ എവിടെ? എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. കനിഷ്കിന് ഇതുവരെ ഒന്നും ഓർമ്മ വന്നിട്ടില്ല. കനിഷ്ക, നിനക്ക് നീലം ഓർമ്മ വരുന്നുണ്ടോ? നീലം, നിങ്ങളാണ് എന്റെ കുടുംബം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു കരൺ. അതിനി നീലമാവട്ടെ നിഷയാവട്ടെ. നീലം, ഒരജ്ഞാത അപകടം നിങ്ങളുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നീ സൂക്ഷിച്ചിരിക്കുക. ശരി കനിഷ്ക, ഞാൻ ശ്രദ്ധിക്കാം. ഖനക്കും കശിഷും മെഹക്കും എന്റെ കൂടെയുള്ളപ്പോൾ എന്നെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. ഖനക്കിനെയും കശിഷിനെയും നിങ്ങളല്ലേ അയച്ചത്? അതെ നീലു, നീ സത്യം അറിയേണ്ട സമയമായപ്പോൾ ഞാൻ എന്റെ ശക്തി ഉപയോഗിച്ച് എന്റെ പ്രതിച്ഛായയിൽ തന്നെ അവളെ ഉണ്ടാക്കുകയായിരുന്നു. എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ഭൂമിയിൽ നീലത്തിന് തന്റെ പഴയ ജന്മത്തെക്കുറിച്ച് അറിയാനുള്ള സമയമായിരിക്കുന്നുവെന്ന്. അപ്പോൾ കനിഷ്ക തന്റെ ശക്തി ഉപയോഗിച്ച് തന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരു നിഴലിനെ ഉണ്ടാക്കുന്നു. ചെല്ല്, ഭൂമിയിൽ ചെന്ന് നീലത്തിനെ സഹായിക്കുക എന്നുള്ളതാണ് നിന്റെ ജോലി. ഇന്നു മുതൽ നിന്റെ പേര് ഖനക് എന്നാണ്. കനിഷ്കയുടെ തന്നെ ഖനക്കാണ് നീ. എന്നാൽ അവരെ സഹായിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് സ്വയം പോകുന്നില്ല? ഞാൻ നിന്നോടൊപ്പം വരുമായിരുന്നു. എന്നാൽ നാഗലോകത്തു നിന്ന് പുറത്തു പോകാനുള്ള അനുവാദമില്ല. എന്നാൽ ഖനക് എന്നെ എല്ലാ വിവരങ്ങളും അറിയിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും സാരില്ല കനിഷ്ക, നീ എപ്പോഴും എന്റെ കൂടെയുണ്ട്. എന്റെ കനിഷ്കയുടെ നിഴല് കനകിന്റെ രൂപത്തിൽ അവിടെ പോയതിനു ശേഷം ഞാൻ എങ്ങനെ ഇവിടെ തനിച്ചു കഴിയും? അതുകൊണ്ടാണ് ഞാൻ എന്റെ നിഴല് കശിഷിന്റെ രൂപത്തിലേക്ക് അവിടേക്ക് അയച്ചത്. എന്നിട്ട് നിഷ സന്തോഷത്തോടെ ആ ഗോളത്തിൽ തൊട്ടു. അപ്പോൾ അപ്പുറത്തുനിന്ന് കനിഷ്കയും കൈകൾ നീട്ടി. അപ്പോൾ അവിടെ നിന്നെല്ലാം അപ്രത്യക്ഷമായി. ഇതെന്താ ഇത്? എനിക്ക് കുട്ടികളെ ഒന്ന് കാണാനായില്ല. ഇപ്പോൾ അതിനുള്ള സമയമില്ല നിഷ. നിന്നെ ആരോ ആക്രമിച്ച കാര്യം ഞാൻ അറിഞ്ഞു. അതെ, അതിനർത്ഥം ഇവിടെ എന്റെ ശത്രുക്കളും ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ്. പക്ഷെ അതെങ്ങനെ സാധ്യമാവും? കഴിഞ്ഞ ജന്മത്ത് തന്നെ എല്ലാ ദുഷ്പ്രവൃത്തികളെയും നമ്മൾ അവസാനിപ്പിച്ചതല്ലേ? അതിന്റെ അർത്ഥം നിഷ, നീ നാഗിനാണെന്ന് അറിയാവുന്ന ആരോ ഒരാൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ടു പോകാൻ. എന്നിട്ടെല്ലാവരും മുന്നോട്ടു പോകുന്നു. അപ്പോൾ മെഹക് ഒരു സന്ദേശം അയക്കുന്നു. നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കൽ ഇപ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ യാത്ര മുന്നോട്ടുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. നിഷ വീട്ടിലേക്ക് തിരികെ വന്നു. അപ്പോൾ വൈകിട്ട് സുനിത അവളോട് പറഞ്ഞു, നിഷ, ഇതാ സാധനങ്ങളുടെ ലിസ്റ്റ്. നീ പോയി ഇതെല്ലാം മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് വാ. ശരിയമ്മേ. എന്നിട്ട് നിഷ മാർക്കറ്റിലേക്ക് പോകുന്നു. നടന്നു പോകുന്ന എത്ര ബോറുള്ള കാര്യ. പക്ഷേ ഞാൻ നാഗിനിയാണല്ലോ, എനിക്ക് അപ്രത്യക്ഷയായി എവിടെ വേണേലും പോകാം. നിഷ അപ്രത്യക്ഷയായി എല്ലായിടങ്ങളിലും പോകാൻ തുടങ്ങി. നല്ല രസമുണ്ട് ഇത്. ഹിപ്പേ! അപ്പോൾ നിഷ പെട്ടെന്ന് തന്നെ സാധനങ്ങളും വാങ്ങി വീട്ടിലേക്ക് തിരികെ പുറപ്പെട്ടു. അപ്പോൾ മുന്നിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു. അത് വന്ന് നിഷയെ ഇടിച്ചു തെറിപ്പിച്ചു. അപ്പോൾ നിഷ ദൂരെ ഒരിടത്ത് പോയി വീണു. അവളുടെ കയ്യിലിരുന്ന സാധനത്തിന്റെ സഞ്ചി കീറിപ്പോയി. എല്ലാ സാധനങ്ങളും റോഡിൽ വീണു. നിഷ വേദന കൊണ്ട് കരയാൻ തുടങ്ങി. എന്നെ വന്ന് ഇടിച്ചു ആ വീട്ടിൽ. എടാ, തനിക്കെന്താ കണ്ണു കാണില്ലേ? നിഷ, ഇന്നത്തെ നിന്റെ ദിവസം തന്നെ ശരിയല്ലെന്ന് തോന്നുന്നു. അപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് നല്ല പൊക്കമുള്ളൊരു പയ്യൻ പുറത്തേക്കിറങ്ങി. എന്നിട്ട് നിഷയുടെ അടുത്തേക്ക് വന്നു. നിഷ അവനെ നോക്കി. അതുപോലെ അവൻ നിഷയെയും. ഐ എം സോറി മാഡം, ഞാനിത് വേണമെന്ന് കരുതി ചെയ്തതല്ല. പെട്ടെന്ന് ഇവിടുന്ന് ഒരു പൂച്ച വന്ന് എന്റെ കുറുകെ ചാടി. അതിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് കാറ് വെട്ടിച്ചപ്പോ അതും മാഡത്തിന് നേർക്ക് വന്നതാണ്. സോറി. സാരില്ല, ആ പൂച്ചയെങ്കിലും രക്ഷപ്പെട്ടല്ലോ. പക്ഷെ എന്റെ ഈ സാധനങ്ങൾ അമ്മ എന്നെ തല്ലിക്കൊല്ലും. അപ്പോൾ ആ പയ്യൻ നിഷയെ അവിടെ നിന്ന് എടുത്ത് സമാധാനമായി ഒരിടത്തിരുത്തി. നിങ്ങളൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ പോയി ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാം. എന്നിട്ട് അവൻ സ്വയം പോയി എല്ലാ സാധനങ്ങളും വീണ്ടും വാങ്ങിയിട്ട് വന്നു. താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ പോകട്ടെ? വരൂ, ഞാൻ നിങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. എന്തിനാണ് വെറുതെ ഇങ്ങനെ നടന്നു പോകുന്നത്? വേണ്ട വേണ്ട, ഞാൻ സ്വയം പൊക്കോളാം. എന്നിട്ട് നിഷ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. എന്നിട്ട് കുറച്ചു ദൂരം നടന്നിട്ട് അപ്രത്യക്ഷയാകുന്നു. നിഷ അപ്രത്യക്ഷയാകുന്നത് ആ പയ്യൻ കാണുന്നുണ്ട്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അവൻ തന്റെ കാറിൽ കയറിയിരുന്നു. അപ്പോൾ അവൻ പെട്ടെന്ന് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് സൈഡിലെ സീറ്റിൽ വെച്ചിരുന്ന് മരിച്ചുകിടക്കുന്നൊരു പൂച്ചയെടുത്ത് അവൻ തിന്നാൻ തുടങ്ങി. ശരിക്കും ഒരു രാക്ഷസനെ പോലെ. ഈ നാഗകന്യകേ! ആ പയ്യന്റെ കണ്ണുകൾ ചുവന്ന് തിളങ്ങാൻ തുടങ്ങി. കുന്ദൻ വീട്ടിൽ തിരിച്ചെത്തി തന്റെ മുറിയിലേക്ക് വിശ്രമിക്കാനായി പോയി. അപ്പോൾ അവൻ ഉറക്കത്തിൽ ഉണർന്ന് നടന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് നടന്നു പോയി ഒരു കൊക്കയുടെ അടുത്തായി നിൽക്കാൻ തുടങ്ങി. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അവന്റെ പുറകിലായി നിഷ നിൽക്കുന്നതാണ്. അവൾ നാഗിനിയുടെ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. കുന്ദൻ അപ്പോൾ പെട്ടെന്ന് ബോധം തെളിയുന്നു. നോക്കുമ്പോൾ അവന്റെ പുറകിലായി നിഷ നിൽക്കുന്നുണ്ട്. നിഷ, നീയായിരുന്നോ? യാത്രാമംഗളങ്ങൾ കുന്ദൻ. അപ്പോൾ നിഷ അവനെ ശക്തമായി തള്ളി ആ കൊക്കയിലേക്ക് മറച്ചിട്ടു. വേണ്ട നീലം,
നീലം വേണ്ട, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നോ! എന്നിട്ട് കുന്തൻ ആ കൊക്കയിലേക്ക് വീഴുന്നു. ഇനി കണ്ടോളൂ നാഗിനി സീസൺ 5ന്റെ തുടർന്നുള്ള കഥ. ഒലിയോൺ പാപ്പ TV. കഥ എല്ലാ സമയത്തും ആസ്വദിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.